ഹലോ മക്കളെ, പ്ലസ് 1 മോഡൽ എക്സാം കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും അധികം ഡിഫിക്കൽട്ടായ എക്സാമുകളിൽ ഒന്ന് അത് മാത്സ് തന്നെയായിരുന്നു. മാത്സിന് ഡിഫിക്കൽട്ടി കൂടാൻ കാരണം മറ്റൊന്നുമല്ല, അതിന്റെ കോൺസെപ്റ്റ് ക്വസ്റ്റൻസ് തന്നെയാണ്. സോ എങ്ങനെയാണ് ഈ കാണുന്ന ക്വസ്റ്റൻ പേപ്പർ ആൻസർ ചെയ്യേണ്ടത്, ഏത് ഭാഗമാണ് നമ്മൾക്ക് ഡിഫിക്കൽട്ട്, എല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നു. ഫുൾ ഓരോ ക്വസ്റ്റിന്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് ഓരോ ചോദ്യവും എല്ലാവരും പഠിക്കുക. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. സെക്ഷൻ എ എന്ന് പറയുന്നത് 8 ക്വസ്റ്റ്യനിൽ 6 എണ്ണം ആൻസർ ചെയ്യുക. ഈ കാണുന്ന 6 എണ്ണം വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും 6 എണ്ണം ആൻസർ ചെയ്യാൻ വേണ്ടിയുണ്ട്. പക്ഷെ 8ലെ ആദ്യ ക്വസ്റ്റ്യൻ അത് എളുപ്പമല്ല. അതേപോലെ അവസാന ക്വസ്റ്റ്യനും അത് എളുപ്പമല്ല. അപ്പോൾ ആ 2 ചോദ്യം മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 എണ്ണം നമുക്ക് വളരെ സുഖമായിട്ട് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും നോക്കുക എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്. ബഹുഭൂരിഭാഗം പേർക്ക് സംഭവിച്ചതായിരിക്കും, ഈ കാണുന്ന ക്വസ്റ്റ്യൻ വായിച്ചു, പെട്ടെന്ന് ഐഡിയ കിട്ടിയില്ല, അതുകൊണ്ട് എന്തായി, ബാക്കി എല്ലാം അപ്പോൾ തന്നെ കൺഫ്യൂഷനിലേക്ക് വന്നു. സെക്കൻഡ് ആയിക്കോട്ടെ, തേർഡ് ആയിക്കോട്ടെ, ഫോർത്ത് ആയിക്കോട്ടെ, എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഒരു കൺഫ്യൂഷനിലേക്ക് വരുന്നു. അതുകൊണ്ട് ബാക്കി എല്ലാത്തിന്റെയും മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് എല്ലാ മക്കളും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങാനും ലഭിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബാക്കി എല്ലാം തന്നെ ആൻസർ ചെയ്യുക. എന്നിട്ട് മാത്രമേ ഈ ക്വസ്റ്റ്യനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന്റെ ആദ്യമായിട്ട് ആവർത്തിക്കുന്നു. ദി ഫസ്റ്റ് വൺ അതുവിനാണ്. എന്താ പറയുന്നത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ പാസിംഗ് ടു ദി പോയിന്റ് 0, 0, 10, 0 and 0, 4. ഈ കാണുന്ന ക്വസ്റ്റിന്റെ പ്രത്യേകത ഒന്നുമല്ല. ഇവൻ നിങ്ങൾ ഇത് 11th കോൺസെപ്റ്റ് മാത്രമല്ല, നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം കൂടിയും നിങ്ങളുടെ ഈ കാണുന്ന ഒരു ക്വസ്റ്റിനകത്ത് ഓർക്കണം. ആ കാണുന്ന കോൺസെപ്റ്റിനെ ആദ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. മക്കളെ, നിങ്ങളൊക്കെ പറയാമായിരിക്കും, ഇത് എൻ്റെ ഒരു സെമി സർക്കിൾ ആണ്. ഇറ്റ്സ് എ സെമി സർക്കിൾ. ഓക്കെ, ഇതെന്റെ സെമി സർക്കിൾ ആണ്. ഈ കാണുന്ന സെമി സർക്കിളിൽ ഞാൻ എങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കിയാലും ആ കാണുന്ന ആംഗിൾ വിൽ ബി ഓൾവേസ് 90. മനസ്സിലാക്കണം. സെമി സർക്കിളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോൾ 90 ആയിരിക്കും. അത് ഇവിടെ ആയിക്കോട്ടെ, അത് ഇവിടെ ആയിക്കോട്ടെ, അത് ഇവനായിക്കോട്ടെ, അത് ഏതവനായാലും ആംഗിൾ 90 ആയിരിക്കും. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. തിരിച്ചും പറയാൻ പറ്റും. ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഭാഗമുണ്ട്. ഈ കാണുന്ന സർക്കിളിന്റെ ഭാഗത്തിനകത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ആംഗിൾ അത് 90 ആണെങ്കിൽ, അത് ഇങ്ങനെയുള്ള ആംഗിൾ ഇവനൊക്കെ എന്താണ് മക്കളെ 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഒരു സെമി സർക്കിൾ ആയിരിക്കും. ഇതാണ് തിരിച്ചു പറയുന്നത്. അപ്പോൾ ഒരു സെമി സർക്കിൾ ആണെങ്കിൽ ഈ കാണുന്ന സൈഡ് ഞാൻ എ ബി എന്ന് എഴുതി. എ ബി ആരാ? എ ബി എന്ന് പറയുന്നത് മക്കളെ മറ്റാരുമല്ല, അത് ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ അല്ലാത്ത പക്ഷം നോക്കൂ, ദേ ഇങ്ങനെ നിങ്ങൾ വരച്ചു, ഒരു സർക്കിളിന്റെ ഒരു ഭാഗം വരച്ചു. ദേ ഈ കാണുന്ന താഴത്തെ ഭാഗം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്ത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കി. ഈ കാണുന്ന ആംഗിൾ ഉണ്ടല്ലോ ഒരിക്കലും 90 ആവില്ല. എന്തുകൊണ്ടാ? ഇവൻ ഡയാമീറ്റർ അല്ല. അപ്പൊ ഡയാമീറ്റർ ആയിരിക്കണം, എന്നാൽ മാത്രമാണ് ഈ കാണുന്ന ആംഗിൾ 90 ആവുള്ളൂ. ആംഗിൾ 90 ആണെങ്കിലോ ഈ കാണുന്ന ബേസ് എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിരിക്കും. ഇതാണ് ലോജിക്. തിരിച്ചു പറയാൻ പറ്റും. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തി. എല്ലാവരും എന്താ ചെയ്യുക, ഈ കാണുന്നവന്റെ ഫിഗർ വരയ്ക്കാം കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഫിഗർ വരയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ എക്സ് ആക്സ് വരച്ചു, വൈ ആക്സ് വരച്ചു. മക്കളെ, നമ്മുടെ സർക്കിള് 10, 0 അതുപോലെ തന്നെ 0, 4 എന്ന് പറഞ്ഞ പോയിന്റ് പാസ് ചെയ്യുന്നു. 10, 0 ഏകദേശം ഇവിടെ വരും, ആൻഡ് 0, 4 ഇവിടെ വരും. അത് എക്സ് ആക്സിലും വൈ ആക്സിലും എന്താണ് നമ്മുടെ സർക്കിൾ കട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 0, 0 എന്ന് പറയുന്ന ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു 3 പോയിന്റ് കൂടെയാണ് സർക്കിൾ പാസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സർക്കിൾ എങ്ങനെയൊക്കെ മക്കൾ ഉണ്ടാവുക? ഏകദേശം ഇതുപോലെയാണ് സർക്കിൾ ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ സർക്കിൾ ഏകദേശം. കണ്ടോ? ഇതാണ് നമ്മുടെ ഏകദേശം സർക്കിൾ രൂപം കേട്ടോ. നോക്കൂ, ഇതിൽ ഈ കാണുന്ന പോയിന്റ് 0, 0. ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം, ഓരോന്ന് നോക്കാം. ഈ കാണുന്ന പോയിന്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് വൈ ആക്സിലെ പോയിന്റ്, അതുകൊണ്ട് 0, 4. ഇവൻ എക്സ് ആക്സിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിലെ പോയിന്റ് അത് ഇവിടെ നമുക്ക് 10, 0. ഇതാണ് പോയിന്റ്. ഈ ചോദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ ഇവന്മാരെ ജോയിൻ ചെയ്തു. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ കാണുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ആൻഡ് ഈ കാണുന്ന ആംഗിൾ മറ്റൊന്നുമല്ല, അത് 90 ആണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ നമുക്കളെ ഇത് 90 ആണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ആ കാണുന്ന ആംഗിൾ 90 ആയതുകൊണ്ട് ഇവൻ എന്താകണം? ഈ കാണുന്ന സൈഡ് അത് ഡയാമീറ്റർ ആവണം. അതായത് എ സി ആൻഡ് ഇവന് O എന്ന് പേരിട്ട് കഴിഞ്ഞാൽ AC എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് ഡയാമീറ്റർ ആണ്. AC ഡയാമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഡയാമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. ഡയാമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ. അപ്പോൾ സർക്കിളിന്റെ സെന്റർ കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമായിട്ട് മാറി. എന്താ? നമ്മളുടെ ഈ കാണുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സർക്കിളിന്റെ സെന്റർ കിട്ടിയ ഈ പോയിന്റ് എന്താ? മിഡ് പോയിന്റ് ആണ്. അതായത് മിഡ് പോയിന്റ് ഓഫ് എ ബി. മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ് നമ്മുടെ സെന്റർ കേട്ടോ.
midpoint of AB is the center of the circle. Okay, അതായത് ഞാനിതിനെ ഒരു സി എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് എ സി ആണല്ലോ, എ ബി അല്ല എ സി ആണ് കേട്ടോ, ഒരു ചെറിയ മിസ്സിങ്, ഇത് എ സി ആണ്. ഞാൻ എന്ത് ചെയ്യാം, സെൻറ്ററിന് ബി എന്ന് വിളിച്ചത് ബി, ഓക്കെ എ സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും നോക്കൂ, ഈ കാണുന്ന മിഡ് പോയിന്റ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി ബി എന്ന് പറഞ്ഞാൽ x1 + x2 / 2 x കോർഡിനേറ്റിന് സം 0 + 10 അഥവാ 10/2, y1 + y2 / 2 4 + 0 അത് 4 ആണ്, 4/2. അഥവാ മക്കൾ ഇറ്റ് ഇസ് സെയിം ആസ് ബി എന്ന് പറഞ്ഞ പോയിന്റ് മറ്റാരുമല്ല, അത് 5,2 ആണ്. ബി എന്ത് കിട്ടി, ബി 5,2 അഥവാ സെന്റർ എന്നാണ് 5,2 ആയി. അങ്ങനെയാണെങ്കിൽ എന്താ റേഡിയസ്, ഇവനാണ് റേഡിയസ്. ഈ കാണുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇതാണ് റേഡിയസ് പറയാം. അതല്ലെങ്കിൽ ഇവനാണ് റേഡിയസ്. അങ്ങനെ റേഡിയസ് കാണാൻ വേണ്ടി 3 ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ തന്നെയും 0.00 ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ റേഡിയസ് വരച്ചു. ഓക്കെ, സോ OB is the radius. Here OB is the radius. മക്കളെ OB കാണാൻ വേണ്ടി OB = √x2 - x1 whole square അഥവാ ബി എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്കറിയാം, അത് 5,2 ആണ്. 5,2 എന്ന് എഴുതി. x2 - x1 5 - 0 it is same as 5 square 25 plus y2 - y1 whole square 2 - 0 it is same as 2 square 4 it is same as class √29. അപ്പോൾ റേഡിയസ് പറയുന്നത് അത് OB ആണ്. എത്രയാണ്, അത് √29 എന്ന് കിട്ടി. Therefore equation of circle is സെന്റർ അറിയാം, റേഡിയസ് അറിയാം എങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ x - h the whole square plus y - k the whole square equal to r square ആണല്ലോ. അതായത് x - h എന്ന് പറഞ്ഞ മക്കളെ സെന്ററിന്റെ പോയിന്റ് 5, x - 5 the whole square plus y - 2 the whole square equal to radius √29 square it is same as 29. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കുക എല്ലാവരും. Let A and B be two units such that P of A complement equal to 0.46. മക്കളെ P of A complement അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, P of A പറയാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, P of A complement എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ലടാ, അത് 1 - P of A ആണ്. സോ 1 - P of A എന്ന് പറഞ്ഞാൽ മക്കളെ അതറിയൂല, അവിടെ തന്നെ എഴുതി. ആൻഡ് P of A complement it is same as 0.46. കിട്ടിയല്ലോ. which implies P of A എന്ന് പറഞ്ഞാൽ അത് 1 - 0.46 ആണ്. ഇറ്റ് ഇസ് സെയിം ആസ് ക്ലാസ് അത് 0.54 ആണ്. 0.54 അതാണ് നമ്മുടെ P of A കിട്ടി. സോ P of A കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, P of A ഇന്റർസെക്ഷൻ B വേണം. എന്തൊക്കെ അറിയാം, P of B അറിയാം 0.69, P of A യൂണിയൻ B അറിയാം. സോ P of A, P of B, P of A യൂണിയൻ B, P of A ഇന്റർസെക്ഷൻ B എല്ലാം കൂടി ബന്ധപ്പെടുത്തുന്ന ഒറ്റ റിലേഷൻ മാത്രമേ ഉള്ളൂ. അത് P of A യൂണിയൻ B = P of A plus P of B minus P of A intersection B. ഇതിനകത്ത് P of A യൂണിയൻ B അത് 0.88 equal to 0.8 P of A 0.54 plus P of B എന്ന് പറഞ്ഞാൽ പ്ലസ് അത് 0.69 മൈനസ് P of A intersection B. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന മൈനസ് P of A intersection B ഇപ്പുറം വന്നു, which implies P of A intersection B എന്ന് പറഞ്ഞാൽ 0.54 plus 0.69 0.54 plus 0.69 minus ഈ 0.8 അപ്പുറം പോയി minus 0.88. it is same as ക്ലാസ് എല്ലാവരും നോക്കൂ. ഈ കാണുന്ന 0.69 0.88 ആവാൻ വേണ്ടി നമുക്ക് ആവശ്യം ഇറ്റ്സ് അറൌണ്ട് 0.19. സോ മൈനസ് 0.19 കിട്ടി. ആൻഡ് ഇവിടെ 0.54 മൈനസ് 0.19 ഇറ്റ് സെയിം ആസ് 0.35. എല്ലാവരും കൂട്ടി കേട്ടോ, ഇറ്റ് ഇസ് സെയിം ആസ് 0.35. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് രണ്ടാമത്തേക്ക് പോകുന്നു സബ്പാർട്ട്. ഹെൻസ് ഫൈൻഡ് P of A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. എന്താണ് P of A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്? ഇതാണ് ചോദ്യം. അതിനുവേണ്ടി എല്ലാവരും വെൻ ഡയഗ്രം വരയ്ക്കാം കേട്ടോ. വെൻ ഡയഗ്രം അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. നോക്കി മക്കൾ എല്ലാവരും, ഞാൻ വരയ്ക്കുമ്പോണ്ടല്ലോ ഞാൻ നേരെ തന്നെ എയും ബിയും വരച്ചു. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. എ ഇവിടെ, ബി ഇവിടെ.
എന്താ വേണ്ടേ? എയുടെയും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ എ ഫുള്ള് വേണം. ഇതാണ് മൊത്തമേ. ആൻഡ് ബി കോംപ്ലിമെന്റ്, ബിയുടെ പുറം ഭാഗം മക്കൾ നോക്കിയാൽ എല്ലാവരും ഇതാണ് എൻ്റെ എ എന്നറിയാം. ആൻഡ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിയുടെ പുറത്തുള്ള ഭാഗം ഇതിന്റെ പുറം ഭാഗം, ഈ കാണുന്ന ഭാഗം. അപ്പൊ രണ്ടിലും നിങ്ങൾ ആലോചിക്കുക, കോമൺ ആയ ഭാഗം ഏതാ? കോമൺ ആയ ഭാഗം മറ്റൊന്നുമല്ല, അത് ഈ കാണുന്ന ഒരു ചെറിയ പീസ് മാത്രം. ഇവിടെ ഈ കാണുന്ന ഭാഗമാണ് നമുക്ക് ആവശ്യം. കണ്ടോ? ഈ ഒരു ഭാഗം മാത്രമാണ് വേണ്ടത്. അപ്പോൾ ബാക്കി ഒന്നും തന്നെ ആവശ്യമില്ല. മനസ്സിലായി? ഞാൻ ആ കാണുന്ന ബാക്കിയുള്ള എല്ലാ ഭാഗവും എന്താണ്? മാച്ച് കളഞ്ഞു. എനിക്ക് ഇത്ര മാത്രം മതി. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എ ഉണ്ട്. എയിൽ നിന്ന് ഞാൻ അതിന്റെ കോമൺ ഭാഗം കളയുന്നതല്ലേ? എ ഇന്റർസെക്ഷൻ കളയുന്നതല്ലേ? അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഈ പറയുന്ന എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കണം. സോ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് 0.54 ആണ്. സോ 0.54 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇറ്റ് ഇസ് സെയിം ആസ് 0.35. ഇറ്റ് ഇസ് സെയിം ആസ് ക്ലാസ് 0.19. അത് 0.19 കിട്ടി. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. നമ്മൾ നേരെ പോയി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ഫൈൻഡ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആദ്യമായിട്ട് എല്ലാവരും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതിന്റെ ഫോർമുല എഴുതുക. എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് എച്ച് എച്ച്. എന്താണ് എഫ് ഓഫ് എക്സ്? ഗിവൺ ഫംഗ്ഷൻ സൈൻ എക്സ്, അതാണ് എഫ് ഓഫ് എക്സ്. എന്ത് വേണം ഇനി? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം, അതായത് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തോണ്ടോ. ലിമിറ്റ് എച്ച് ടെൻ ടു 0 സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇറ്റ് ഇസ് സെയിം ആസ് ലിമിറ്റ് h tend to 0 sin x minus sin y. Sin x minus sin y, it is same as 2 cos x plus y by 2. So x plus h plus x by 2 sin x minus y by 2 x plus h minus x by 2 whole divided by h. ഇത് മക്കളെ പ്ലസ് എക്സും മൈനസ് എക്സും പോയിട്ടോ. ഇവിടെ എന്താ? ഇവിടെ എക്സ് പ്ലസ് എക്സ്, ഇറ്റ് സെയിം ആസ് 2x. ഒന്ന് മാറ്റി എഴുതുമ്പോൾ ഹി സെയിം ആസ് ലിമിറ്റ് h tend to 0 2 cos 2x plus h whole by 2 sin h by 2. ഓക്കെ, ഞാൻ താഴെയും എഴുതി h ഒരു 2ന്റെ കുറവ് sin h by 2 ബൈ h by 2 ആണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു 2ന്റെ കുറവുണ്ട്. ഞാൻ നേരത്തെ നമുക്ക് ഇവിടെ താഴെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കൂടുതൽ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി? ഇവിടെ നോക്കുമ്പോൾ സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2 അവൻ 1 ആയിട്ട് പോയി. ഈ കാണുന്ന 2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി. ഇനി ഓടിപ്പോയി എവിടെയാണ് എച്ചിന് വരെ 0 കൊടുത്തു കഴിഞ്ഞാൽ എച്ച് 0 ആയി പോയി. സോ കോസ് 2x ബൈ 2 ഇറ്റ് ഇസ് സെയിം ആസ് കോസ് 2x ബൈ 2. ഇതാ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി. ദി ആൻസർ ഇസ് കോസ് എക്സ്. കഴിഞ്ഞു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ മറ്റാരുമല്ല, ഹി സെയിം ആസ് കോസ് എക്സ് എന്ന് പറയാൻ വേണ്ടി സാധിച്ചു. ഇതാണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ. നേരെ പോകുന്നു ഫോർത്ത് വണ്ണിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. Consider the expansion of x square plus 1 by x square whole raised to 10. Which of the following is sum of the coefficient in the above expansion? Sum of coefficient കാണാൻ വേണ്ടി ചെയ്യേണ്ട ഇത്ര മാത്രം. Put x equal to 1. നമ്മുടെ എക്സ്പാൻഷനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിന് 1 കൊടുക്കാം. അതായത് ഇതിനകത്ത് ഓടിപ്പോയി എക്സിന് 1 കൊടുത്താൽ 1 സ്ക്വയർ 1 പ്ലസ് 1 by 1 സ്ക്വയർ അഥവാ 1 by 1 ഇറ്റ് ഇസ് അഗൈൻ 1 ഹോൾ റേസ് ടു 10. ഇറ്റ് ഇസ് സെയിം ആസ് 2 റേസ് ടു 10. ഇതാണ് മക്കളെ റൈറ്റ് ആൻസർ. 2 to the power 10 എന്ന് പറഞ്ഞാൽ അത് 1024 ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമ്മൾ നേരെ പോയി ബാക്കിയിലേക്ക്. റൈറ്റ് ദി തേർഡ് ടേം ഓഫ് ദി അബോവ് എക്സ്പാൻഷൻ. ഈ കാണുന്ന എക്സ്പാൻഷന്റെ തേർഡ് ടേം എഴുതാൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആംഗിളിൽ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് തുറന്നു പറയുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു അറിവ് വെച്ച് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ എന്താണ് പിന്നെ ഒരു സിലബസിനകത്ത് ഉണ്ടെന്നും പറയാൻ പറ്റും, സിലബസിൽ ഇല്ല എന്നും പറയാൻ വേണ്ടി സാധിക്കും. ഇത് ജനറൽ ടേം കോൺസെപ്റ്റ് ആണ്. ജനറൽ ടേം നമുക്ക് നിലവിൽ പഠിക്കാൻ വേണ്ടി ഇല്ല സിലബസിനകത്ത്. എന്നാൽ തന്നെയും എക്സ്പാൻഷൻ അറിയാവുന്നതുകൊണ്ട് ഇത് ചെയ്യാം. ഹോൾ ടു പവർ 10 അവിടം വരെ എഴുതൽ പ്രാക്ടിക്കലി അത്രമേൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1 by x square ഹോൾ ടു പവർ 10 എഴുതുമ്പോൾ പവർ 10 ആയതുകൊണ്ട് 10c0 എക്സ് സ്ക്വയർ
to the power 10 plus 10c1 x square to the power 10 ഒന്ന് കുറയ്ക്കുക, ഇറ്റ്സ് 9 into 1 by x square plus 10c2 x square whole raised to 8 into 1 by x square whole square plus എക്സെട്ര. അതായത് 3 ടേമാണ് ആവശ്യം. ദേ തേർഡ് ടേം, അതുകൊണ്ട് ഫസ്റ്റ് ടേം എഴുതി, സെക്കൻഡ് എഴുതി, തേർഡ് എഴുതി. ഇനി ബാക്കി എഴുതില്ലേ, എക്സെട്ര പ്ലസ് 10c10 x square raised to 0 into 1 by x square whole raised to 10. അവസാനിച്ചു. ഇനി എക്സ് സ്ക്വയർ ടു ദി പവർ 0 എഴുതിയില്ല, കുഴപ്പമില്ല, ലാസ്റ്റ് ടേം മാത്രം മതി, ഇത് മാത്രം മതി, കഴിഞ്ഞു കേട്ടോ, അവസാനിച്ചു. സോ തേർഡ് ടേം ഈസ് 10c2 x square whole raised to 8 into 1 by x square whole square. So third term is 10c2 x square whole raised to 8 into 1 by x square whole square. അത് നമുക്ക് 10c2 എന്ന് പറഞ്ഞാൽ it is same as 10 into 9 divided by 1 into 2. ഇനി x square whole raised to 8 എന്ന് വെച്ചാൽ അത് x raised to 8 into 2, it is same as 16 into 1 divided by x square whole square means x square to the power 2, it is same as x raised to 4. ഇവിടെ ഒമാരി ക്യാൻസൽ ആയി പോയി. 5 9 into 5, it is same as 45. ആൻഡ് ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ ബാക്കി ഇവിടെ 12, so x raised to 12. സോ 45 x to 12 ഇതാണ് മക്കളവൻ്റെ റൈറ്റ് ആൻസർ ആയിട്ടുണ്ട്. നമ്മളിത് നേരെ പോകും അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇതിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, എക്സ്പ്രസ് I to the power 200 in a plus IB. അപ്പോൾ മക്കളെ I raised to 200 ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന 200നെ നേരെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 5 times it's 20, വീണ്ടും 0 എന്ന് കിട്ടി, ഇറ്റ്സ് 0, അതായത് പവർ 15 കിട്ടി. അതായത് I raised to 200 എന്ന് പറഞ്ഞാൽ മക്കളെല്ലാവരും മനസ്സിലായിട്ട് സെയിം ആസ് I raised to 4. നിങ്ങൾ ഈ കാണുന്ന 4 ഉണ്ടല്ലോ, അത് എഴുതി. ടു ദി പവർ മക്കൾ എത്രയാ, ഇവിടെ 50 ആണല്ലോ, അത് എഴുതി. ഇനി ഇവിടെ റിമൈൻഡർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇൻറ്റു ആ കാണുന്ന റിമൈൻഡർ കൂടെ എഴുതാൻ. ഇവിടെ I to the power 0 ആണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ്, ഇവിടെ 0 ആയതുകൊണ്ട് ഇൻറ്റു I raised to 0 മാർക്ക് എടുത്തിട്ടോ കേട്ടോ. ഇവിടെ I raised 0 എഴുതണ്ട, ബിക്കോസ് ഇറ്റ്സ് 1. ഇവിടെ 3 ആയിരുന്നെങ്കിൽ എഴുതാൻ എന്താ, ഇൻറ്റു I ക്യൂബ് കേട്ടോ. ഓക്കെ, സോ I raised to 4, hope you know it is same as 1. അഥവാ 1 raised to 50, the answer is 1. So I raised to 200 എന്ന് പറഞ്ഞാൽ it is same as, അത് A plus IB ഫോർമാറ്റിലാകുമ്പോൾ 1 plus I ടേം ഇല്ല, അതുകൊണ്ട് 0I. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നേരെ അടുത്തേക്ക്, കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ Z1 equal to 4 plus 3I. സെക്കൻഡിലെ ഓക്കെ, Z1 equal to 4 plus 3I. അടുത്തേക്ക് പോകുന്നു. റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ Z2 equal to I into Z1. അപ്പോൾ Z2 എന്ന് പറഞ്ഞാൽ I into Z1 ആണല്ലോ മക്കളെ. സോ I into Z1, സോ I into എന്താണ് Z1, ഇറ്റ് ഇസ് സെയിം ആസ് 4 plus 3I. എല്ലാവരും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. സോ എന്ത് കിട്ടി, I into 4, ഇറ്റ് ഇസ് സെയിം ആസ് 4I പ്ലസ് I into 3I. So I into I, it's I square, so 3I square. So class അത് 4I ഉണ്ട്. And 3 into I square, it is same as -1, അതുകൊണ്ട് 4I minus 3. ഇതിനെ A plus IB ഫോർമാറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം -3 എഴുതി. സോ -3 പ്ലസ് 4I. കാരണം നമുക്ക് എന്താണ്, ഇത് ബാക്കിയിലേക്കുള്ളതൊക്കെ തന്നെ ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിക്കുന്നത്. A plus IB ഫോർമാറ്റ് എഴുതാൻ ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ കാണുന്നവൻ്റെ എ പാർട്ട് കഴിഞ്ഞു, ഇതായിരുന്നു എ പാർട്ട്. ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള 1 മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 മാർക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ഞാൻ അടുത്തേക്ക് പോയി. ഡ്രോ ദി കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് മാർക്ക് Z1 Z2. Z1 Z2 മാർക്ക് ചെയ്യണം ഏതിൽ, കോംപ്ലക്സ് പ്ലെയിനിൽ. അതാണ് നമ്മുടെ ബി പാർട്ട്. അപ്പോൾ ക്ലാസ് മനസ്സിലാക്കണം, എനിക്ക് റിയൽ പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. ഇതിൽ എക്സ് ആക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ റിയൽ പാർട്ട്. ആൻഡ് വൈ ആക്സ് അല്ലേ, അതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. അഥവാ ഇമാജിനറി ആക്സിസ് പാർട്ട് എന്ന് പറഞ്ഞു. ആക്സിസ്, റിയൽ ആക്സിസ്, ദാറ്റ്സ് ബെറ്റർ. ആൻഡ് ഇമാജിനറി ആക്സിസ് ആൻഡ് ആക്സിസ് എഴുതി. ഇനി നിങ്ങൾ നോക്കാം, അവിടെ ഇതാണ് എൻ്റെ Z2.
ആദ്യം Z1 ഉണ്ട്. അതിനെ പോയിന്റ് പോലെ ആക്കുമ്പോൾ ഒരു A, B ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. സച്ച് ദാറ്റ് ശ്രദ്ധിക്കണം, ഇതിലത്തെ A എന്ന് പറയുന്നത് എൻ്റെ റിയൽ പാർട്ടാണ്, B എന്താണ് എൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള റിയൽ പാർട്ട് ആരാ? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. ആൻഡ് എന്താ ഇമാജിനറി പാർട്ട്? അത് 3 ആണ്. അഥവാ Z1 എന്ന് പറഞ്ഞാൽ അതാരാടാ? അത് 4,3 ആണ്. ഓടി പോയിട്ട് X ആക്സിൽ 4 മാർക്ക് ചെയ്യുക, Y ആക്സിൽ 3 മാർക്ക് ചെയ്യാതെ ഏകദേശം ഇവിടെ വരും. ഇതാണ് 4,3. ഇത് 0.4 ആൻഡ് ഇവൻ 0.3. അടുത്തേക്ക് പോയി, ഇതാണ് എൻ്റെ Z2. ഇറ്റ് ഇസ് സെയിം ആസ് -3 + 4i. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൻ്റെ റിയൽ പാർട്ട് -3 ആൻഡ് ഇമാജിനറി പാർട്ടോ അത് 4. ഈ കാണുന്ന പോയിന്റ് എന്താണ്? ഇവിടെ സൈഡിൽ എഴുതി കേട്ടോ, -3,4. ഇതാണ് ആ കാണുന്ന പോയിന്റ്. -3,4 പോയിന്റ്. അപ്പോൾ X ആക്സിൽ -3, Y ആക്സിൽ 4, ഏകദേശം ആ കാണുന്ന പോയിന്റ് ഇവിടെ വരും. ഇതാണ് -3,4. ഇതാണ് 2 പോയിന്റ്സ്. മനസ്സിലാക്കണം, ഇതാണ് എൻ്റെ Z1 equal to 4 + 3a. ഇതാണ് എൻ്റെ Z2 is equal to -3 + 4i. സോ എല്ലാ മക്കളും ഈ കാണുന്ന Z1നെയും Z2നെയും മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്കും ലഭിക്കുന്നതായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നേരെ പോകുന്നു. പിന്നെ നിങ്ങൾ എന്ത് ഇവിടെ നമ്പർ ലൈനിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ട് 1, 2, 3, 4 മാർക്ക് ചെയ്യുക, അതൊക്കെ അറിയാവുന്നതാണല്ലോ. അതിലേക്ക് പോകുന്നില്ല. അടുത്തേക്ക് പോയി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ്. ഇതൊന്നു കാലങ്ങളായിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പൊതുവെ സെറ്റ്സ് ആണ്. പക്ഷെ ഇത്തവണ സെറ്റിൽ നിന്ന് അല്ല നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, കോണിക്കായിരുന്നു. സെറ്റ് വന്ന് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അത് കാലങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ മാറിയാണ് നമുക്ക് ഇത്തവണ വന്നത് കേട്ടോ. അതിലേക്ക് നിൽക്കുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ്. എന്താണ് ഫോൾസ് എന്ന്? 0.1 ബിലോങ്സ് ടു ഓപ്പൺ 0 ക്ലോസ്ഡ് 1 ഉണ്ട്. 0.1 ഇതിലത്തെ ഒരു എലമെന്റ് ആണ്. ഓപ്ഷൻ ബി നോക്കാം. സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് 1,3. ആലോചിക്കാം, 1 ഇതിനകത്തുണ്ടോ? ഉണ്ട്. ക്ലോസ്ഡ് 1, 2 ഉണ്ടോ? 1,3 എന്ന് പറഞ്ഞാൽ 1ന്റെയും 2ന്റെയും ഇടയിലുള്ള എല്ലാവരും ഉണ്ടാകും. അപ്പോൾ എന്താ? 2ഉം ഇതിനകത്തുണ്ട്. അൺഫോർച്യുനേറ്റ് ആലോചിക്കുക, 3 ഉണ്ടോ? ഇത് മക്കളെ ഓപ്പൺ 3 അല്ലേ? ഓപ്പൺ 3 ആയതുകൊണ്ട് അതിന് മീനിങ് എന്താണ്? 3 എന്ന് പറഞ്ഞ എലമെന്റ് ഇതിനകത്ത് ഇല്ല. 3 ഇല്ല. ഓപ്പൺ 3 മീൻസ് 3ന്റെ തൊട്ട് മുമ്പുള്ള ആൾക്കാർ വരെ ഉണ്ട്. 3യുടെ തൊട്ട് മുമ്പുള്ള ആൾക്കാർ വരെയുണ്ട്, പക്ഷെ 3 ഇല്ല. അപ്പൊ 3 നമ്മുടെ ഇതിനകത്തില്ല. അതുകൊണ്ട് എന്താണ്? ഇതൊരിക്കലും സബ്സെറ്റ് ആവുകയില്ല. സബ്സെറ്റ് ആവണമെങ്കിൽ ഇതിനകത്തുള്ള എല്ലാവരും നമുക്ക് എന്താണ്? ഇതിലുണ്ടാവണം. ഉണ്ടോ? അതിനകത്തില്ല. അതുകൊണ്ട് എന്താണ്? സബ്സെറ്റ് അല്ല. വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഫോൾസ്. ഇതാണ് ഫോൾസ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാ മക്കളും മനസ്സിലാക്കി. ബാക്കിയെല്ലാം എന്താണ്? ഇതിന്റെ ആൻസേഴ്സ് തന്നെയാണ്. ബാക്കിയെല്ലാം ട്രൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയിലേക്ക് പോകുന്നു. ഡ്രോ ദി അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു. അപ്പോൾ ആദ്യമായിട്ട് എന്തുകൂടെ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഞാൻ വരച്ചു കേട്ടോ. ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. കൊള്ളാം. ആൻഡ് ഇറ്റ് സബ്സെറ്റ് എ ആൻഡ് ബി. എയും ബി സബ്സെറ്റ് ആണ് മക്കളെ. ഞാൻ എയും ബിയും വരയ്ക്കാൻ വേണ്ടി പോകുന്നു. ആദ്യമായിട്ട് നോക്കട്ടെ, വല്ല കോമൺ ഉണ്ടോ? കോമൺ ഉണ്ട്. അതുകൊണ്ട് എന്താണ്? അവന്മാർ തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് എന്തായാലും വരയ്ക്കണം. യെസ്, ഇതാണ് എൻ്റെ എ, ഇതാണ് ബി. കോമൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? ഓവർലാപ്പ് ചെയ്യണ്ട കേട്ടോ. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. എല്ലാവരും എയും ബിയും തമ്മിലുള്ള കോമൺ എലമെന്റ്സ് മാത്രം ആദ്യം നോക്കാം. ആരാ കോമൺ? കോമൺ എന്ന് പറയുമ്പോൾ അശാൻ 2ലും 3 കോമൺ ആണ്. പിന്നെ കോമൺ ഉണ്ടോ? 6 ഉണ്ട്. 6 കോമൺ ആണ്. അപ്പൊ 3യും 6ഉം മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. ആ കാണുന്ന കോമൺ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇത് ഇതിൽ മാർക്ക് ചെയ്യാം. സോ ഞാൻ 3 ഇവിടെ മാർക്ക് ചെയ്തു ആൻഡ് 6 മാർക്ക് ചെയ്തു. 3, 6. ബാക്കിയുള്ള 7 ആൾക്കാർ കോമണിൽ വരാത്തവൻ 1ഉം 4ഉം അതുകൂടെ എഴുതി. 1, 4. ബിലാരുണ്ട് 2, 5, 8. 2, 5, 8. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ചിലപ്പോൾ ഒരു അരമാർക്ക് ലഭിക്കും, അല്ലെങ്കിൽ 1 മാർക്ക് ലഭിക്കും. 2 മാർക്കിൻ്റെ 1 മാർക്കേ കിട്ടുള്ളൂ. അതെ, ഒറ്റ മാർക്ക് കിട്ടുള്ളൂ. എന്തുകൊണ്ടാ? ബാക്കി കുറെ എലമെന്റ്സുകൾ ഉണ്ടാവും. അവൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? യൂണിവേഴ്സൽ സെറ്റിന്റെ, അതായത് ഈ കാണുന്ന എയിലും ബിയിലും ഉൾപ്പെടാത്ത ആൾക്കാരുണ്ട്. അവന്മാർ നമ്മൾ എന്താണ്? ഇതിന്റെ പുറത്ത് എഴുതണം. അതാണ് കളി. അപ്പൊ നോക്കിയ 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6 അപ്പെട്ടു. പക്ഷെ 7 ഉണ്ടോ? 7 നമുക്കിതിൽ എവിടെയുമില്ല. അപ്പൊ അതുകൊണ്ട് 7 നമ്മൾ നേരെ പുറത്ത് ഇത് എങ്ങനെ എഴുതി വെച്ചു? എവിടെയെങ്കിലും അത് ഇവിടെ വേണമെങ്കിൽ എഴുതാം, അത് ഇവിടെ എഴുതാം, അത് ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം, എവിടെ എഴുതാം. പക്ഷെ എന്താണ്? അത് എയിലും ബിയിലും ഉണ്ടാവാൻ പാടില്ല, അതിന് പുറത്താവണം. 8 ഉണ്ടോ? യെസ്, 8 ഉണ്ട്. കഴിഞ്ഞു. സോ 7 മാത്രമാണ് പുറത്ത്. എന്തുകൊണ്ട്? അവൻ എയിലും ബിയിലും ഇല്ല. ഇതാണ് ഇവന്റെ വെൻ ഡയഗ്രാം. ഇത്ര എഴുതൽ മാത്രമാണ് നമുക്ക് എന്ത് ഫുൾ മാർക്കായ 2 മാർക്ക് കിട്ടുള്ളൂ. വളരെ ഈസിയായി ചോദ്യം കഴിഞ്ഞു. നമ്മൾ നേരെ പോകും നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കാം. Consider the line L1 whose equation is x plus 3y equals 6.
ഡ്രോ ദി ലൈൻ L1 ഇൻ കാർട്ടീഷ്യൻ പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഈ കാണുന്ന L1 എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കാം. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അശാൻ നേരെ X Y X വരയ്ക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ പൊതുവെ ചെയ്യാറ് ഇവനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റും. അതായത് x+3y = 6 അല്ലേ? ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി റൈറ്റിൽ 1 ആവണം. അതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ബൈ 6 ചെയ്തു. ഡിവൈഡ് ഈച്ച് ആൻഡ് എവറി ടൈം ബൈ 6. സോ x/6 പ്ലസ് 3y ഡിവൈഡഡ് ബൈ 6 അഥവാ y/2 = 1. കിട്ടിയോ? x/6 മീൻസ് അത് അവൻ്റെ x ഇന്റർസെപ്റ്റ് 6 ആണ്. നേരെ പോയി മക്കളെ മാർക്ക് ചെയ്തു. ഇതാണ് 6,0. ഇനി y/2 മീൻസ് അവിടെ 2 എന്താ? 2 എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. അഥവാ ഈ കാണുന്ന പോയിന്റ് 0,2. ഇവന്മാർ തമ്മിൽ ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ ലൈൻ. ഇവനാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം എഴുതുകൊണ്ട് നിർത്തരുത്. എല്ലാവരും എന്ത് ചെയ്യുക? ഈ കാണുന്ന ഗ്രാഫിന്റെ പേരൊക്കെ എഴുതി കേട്ടോ. x+3y ലൈൻ കേട്ടോ =6. ഇതാണ് ലൈൻ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമാക്കി മാറ്റാം. മൂവിങ് ഓൺ ബാക്കിയിലേക്ക്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ L2 പാരലൽ ടു L1. അപ്പോൾ ഇതാണ് നമ്മുടെ L1 ഉള്ള ലൈൻ. L1 ഇതാണ് കേട്ടോ. L1. അപ്പോൾ ഇതെൻ്റെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് ആണ്. ഞാൻ സെക്കൻഡിലേക്ക് പോകുന്നു. അതെ, ക്ലാസ് L1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. L1 എന്ന് പറയുന്നത് x+3y -6 = 0. ഞാനതിനൊരു a+ax+by+c = 0 ഒരു =0 ഫോമിലേക്ക് മാറ്റി കേട്ടോ. എനിക്ക് എന്താ വേണ്ടത്? L1ന് പാരലൽ ആയിട്ടുള്ളൊരു ലൈൻ L2 ആണ്. അപ്പോൾ എനി ലൈൻ പാരലൽ ടു എ ഗിവൺ ലൈൻ, എനി ലൈൻ പാരലൽ ടു L1, എനി ലൈൻ പാരലൽ ടു L1 ഈസ് ഗിവൺ ബൈ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഈ കാണുന്ന ഇക്വേഷനിൽ എക്സിന്റെയും വൈന്റെയും ടേം അതുപോലെ തന്നെ വെക്കാം. കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അവനെ മാത്രം മാറ്റാം. എന്താക്കി മാറ്റണം? അവൻ നിങ്ങൾ കെ ആക്കി മാറ്റാം. കെ അല്ലെങ്കിൽ സി ആക്കി മാറ്റാം. അപ്പോൾ x+3y പ്ലസ് സം k = 0. ഇതാണ് ഐറ്റം കേട്ടോ. ഇനി ഒന്നും കൂടി ഉണ്ട്. എന്താ? ദി ഗിവൺ ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന L2 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ട ലൈൻ എന്താ മക്കളെ? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ 0,0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളുടെ ലൈൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് അതിന്റെ മീനിങ്. സിൻസ് L2 passes through origin, it satisfies 0,0 satisfies the equation of L2. അതായത് ഓടിപ്പെട്ട എല്ലാവരും L2 ഈ സെക്കൻഡ് ലൈനിൽ എക്സിന് പകരം 0, സോ 0 പ്ലസ് വൈക്ക് പകരം 0, 3 × 0 ഇറ്റ് ഇസ് 0 പ്ലസ് k = 0 which implies k = 0 എന്ന് കിട്ടി. എന്താണ്? k 0. Therefore equation of L2 is x+3y k 0 ആയതുകൊണ്ട് =0. ഇതാണ് നമ്മുടെ L2ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ നേരെ ബാക്കിയിലേക്ക് പോയിട്ടോ. എന്താ പറഞ്ഞത് ബാക്കി? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2. ഇവിടെ L1 ഉം L2 ഉം പാരലൽ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്, അതാണ് ഫോർമുല. തേർഡ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് എന്താ പറയുന്നത്? ഇറ്റ് ഇസ് സെയിം ആസ് മോഡ് ഓഫ് C1 - C2 divided by root of a square plus b square. സംഭവം വേറെ ഒന്നുമല്ല. നമുക്ക് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിൻ്റെ ലൈൻ ഇക്വേഷൻ എന്തായിരിക്കും? ഒന്നുകിൽ ax + by പ്ലസ് സം C1 = 0. രണ്ടാമത്തവനോ എക്സും വൈയും മാറാത്തതുകൊണ്ട് എക്സിൻ്റെ വൈൻ്റെ കോഷൻ ഒന്നും മാറൂല, അതും ax + by. കോൺസ്റ്റന്റ് മാത്രം മാറി C2 = 0. അപ്പോൾ കോൺസ്റ്റന്റിന്റെ ഡിഫറൻസ് എടുക്കാം. അതായത് ഇവിടെയുള്ള കോൺസ്റ്റന്റ് ആരാണ് മക്കളെ? C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. C1 ദേ
-6. C2 ഈ k ആയിരുന്നു, അത് 0 ആണ്. സോ -6 - 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് സ്ക്വയർ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അത് 1 ആണ്, 1 സ്ക്വയർ 1. വൈയുടെ കോഎഫിഷ്യൻ്റ് നമുക്കളെ അത് 3 ആണ്, 3 സ്ക്വയർ 9. സോ മോഡുലസ് ഓഫ് -6 ഇറ്റ് ഇസ് സെയിം ആസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് 10 യൂണിറ്റ്സ്. ഇതാണ് നമുക്കെന്ത് ഇവൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. നമ്മൾ ഈ കാണുന്ന ചോദ്യം കഴിഞ്ഞ് നേരെ പോകുന്നു നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെക്ഷനിലെ അവസാന ക്വസ്റ്റ്യൻ. എ പോയിന്റ് P is at a distance of 3, 4, 5 units from XY, YZ and XZ planes. മനസ്സിലാക്കേണ്ടത് XY പ്ലെയിനിൽ നിന്ന് 3 ഡിസ്റ്റൻസ് മാറിയാണ് നമുക്ക് നമ്മുടെ പോയിന്റ്. അപ്പോൾ XY പ്ലെയിനിൽ നിന്ന് മാറുന്ന ആ കാണുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവനാണ് മനസ്സിലാക്കേണ്ടത്. എക്സിലും വൈയിലും എക്സും വൈയും ഉണ്ട്, ഇല്ലാത്താര Z അല്ലേ, ഇതാണ് നമ്മുടെ Z കോർഡിനേറ്റ്. അപ്പോൾ Z = 3 ആണ്. ഇനി ആലോചിക്കുക, YZ പ്ലെയിനിൽ നിന്ന് മാറിയാണ് 4 ഡിസ്റ്റൻസ് 4 എന്നുള്ള പോയിന്റ് വരുന്നത് ആണല്ലോ. അപ്പോൾ YZ പ്ലെയിനിൽ നിന്ന് മാറി ആ കാണുന്ന പോയിന്റ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വൈയും Z ഉണ്ട്, ഇല്ലാത്ത എക്സ് ആണ്, എക്സ് ആണ് 4. ആൻഡ് ഫൈനലി XZ പ്ലെയിൻ, XZ ഉണ്ട്, ഇല്ലാത്ത ഏതാ Y ആണെന്ന് അറിയാം. സോ Y = 5. സോ ദി പോയിന്റ് ഇസ് Y = 5 കേട്ടോ, സോറി Y = 5. Therefore point is x4 y5 z3 4 5 3 ഓപ്ഷൻ സി. 4 5 3 ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. കഴിഞ്ഞു. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ദി 3 vertices of a parallelogram ABCD are given by 1 2 3, B 4 3 3, C 8 7 3. Then find the coordinates of D. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡയഗണൽസ് ഓഫ് പാരലഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അവന്മാരെന്നാണ് ബേസിക്കലി മിഡ് പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് എൻ്റെ പോയിന്റ് എ, ഇവനാണ് ബി, ഇവനാണ് സി, ഇവനാണ് ഡി എന്ന് വരിക്കാം. ഓക്കെ, എൻ്റെ പാരലഗ്രാമിൻ്റെ 4 എൻഡ് പോയിന്റ്സ് എന്ന് വരിക്കാം. അപ്പോൾ ഈ കാണുന്ന മിഡ് പോയിന്റ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ഓക്കെ, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കാം, എ എന്നുള്ള പോയിന്റിൻ്റെയും എ സിയുടെ മിഡ് പോയിന്റും ആൻഡ് ഈ കാണുന്ന ബി ഡിയുടെ മിഡ് പോയിന്റും സെയിം ആയിരിക്കും. സോ മിഡ് പോയിന്റ് ഓഫ് എ സി ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ബി ഡി. മിഡ് പോയിന്റ് ഓഫ് എ സി ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ബി ഡി. പറയൂ, എന്താണ് മിഡ് പോയിന്റ് ഓഫ് എ സി? x1 + x2/2, അതാണ് എക്സ് കോർഡിനേറ്റ്. എ സിയുടെ 1 + 8 ഇറ്റ് ഇസ് സെയിം ആസ് 9/2, y1 + y2/2, 2 + 7 it's again 9/2, and z1 + z2/2, 3 + 3 it is 6/2 equal to midpoint of BD. ഞാൻ D എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, let D be, let the point D be some x1 y1 അല്ലെങ്കിൽ x y z എടുക്കാം, x y z കേട്ടോ. ഇതാണ് എൻ്റെ D എന്നുള്ള പോയിന്റ്. അപ്പോൾ D x y z ആണെങ്കിൽ എല്ലാവരും നോക്കൂ, ബി ഡിയുടെ മിഡ് പോയിന്റ് ബി ഇവിടെ, ഡി ഇവിടെ. എന്താ വരാ? x1 + x2/2 അഥവാ x + 4/2, x + 4/2. അടുത്ത് y1 + y2/2, y + 3/2, and z1 + z2/2, z + 3/2. രണ്ടും ഈക്വൽ ആണല്ലോ. 9/2 equal to x + 4/2. 9/2 equal to x + 4 divided by 2. 2 cancel ആയിപ്പോയി. ഈ 4 ഇപ്പുറം വന്നാൽ നമുക്ക് 9 - 4 it is same as 5, which implies x equal to 5. x 5 എന്ന് കിട്ടി. അടുത്ത് y + 3/2 equal to 9/2. അവിടെ നിന്ന് y + 3/2. 2 പോയി. സോ ഈ 3 ഇപ്പുറം വന്നാൽ മക്കളെ 9 - 3 it is same as 6, y equal to 6. അവസാനമായിട്ട് സെറ്റിന്റെ 6/2 equal to z + 3/2. 2 പോയി. ഈ 3 റൈറ്റിലേക്ക് വന്നാലോ 6 - 3 it is same as 3, which implies z equal to 3. Therefore x coordinate എന്താണ് 5, y 6,
Z3 അറിയാം. Therefore point D is and therefore vertex D is x എത്രയാണ്? x5 y6 and Z3 5 6 3 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇത്ര മാത്രമാണ് നമുക്ക് സെക്ഷൻ എ വരുന്നത്. നമുക്ക് നേരത്തെ തന്നെ സെക്ഷൻ ബിയിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും നോക്കും, ഇതാണ് ക്വസ്റ്റ്യൻ. 9th 16 എല്ലാ ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച് ഉണ്ടാവുന്നത്. ഓരോ പരിശോധിക്കാം. ആദ്യ ക്വസ്റ്റ്യൻ A equal to set 1 2 3, B equal to set 1 2 3 4 5 6, B 2 sets. അങ്ങനെയാണെങ്കിൽ how many relations are possible from A to B? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ പോസിബിൾ ആണ്? ഇത്ര മാത്രമാണ് ഫോർമുല. 2 raised to നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എയിൽ എത്ര പേരുണ്ടോ? എയിൽ നമുക്കറിയാം 3 പേരുണ്ട്, 3 ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി, ബിയിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്, 6. സോ ദി ആൻസർ ഇസ് ക്ലാസ് 2 raised to 18 കഴിഞ്ഞു. സോ ഓർത്തിരിക്കപ്പോഴും നമ്പർ ഓഫ് റിലേഷൻ ഇസ് ഇക്വൽ ടു 2 raised to number of element in set A into number of element in set B. Answer കഴിഞ്ഞു. Moving on to next one. നോക്കൂ, second part. Express the relation R set of all x comma y such that x belongs to A, y belongs to B. X minus y is divisible by 3. അതായത് മക്കളെ, എനിക്ക് x എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ നിന്നാ? അത് എയിൽ നിന്നാണ്. y എവിടെ നിന്നാ? y ബിയിൽ നിന്നാണ്. എങ്കിൽ എക്സ് മൈനസ് എന്നാണ് ഡിവിസിബിൾ ബൈ 3 ആവണം. ഈ ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ് മീൻ ചെയ്യുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. കൃത്യമായി ഡിവൈഡ് ചെയ്യലോ. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താവണം? 0 ആവണം. 4 ഡിവൈഡ് ബൈ 3 റിമൈൻഡർ 0 ആണോ? അല്ല, റിമൈൻഡർ 1 ആണ്. അതുകൊണ്ട് ഡിവിസിബിൾ അല്ല. 6/3 ഡിവിസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? 6 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിവിസിബിളിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ എല്ലാവരും ആലോചിക്കുക, എക്സ് മൈനസ് വൈ, എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ ആളാണ്? അത് എയിലാണ്. വൈ എവിടത്തെയാ? ബിയിലത്തെ ആൾ. നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 0 എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 0/3 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ്. ഇറ്റ് സെയിം ആസ് 0. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 3 പോസിബിൾ ആണ്. അതുകൊണ്ട് നോക്കിയ മക്കളെ, ഞാൻ എൻ്റെ എക്സ് 1 എടുത്തു ആൻഡ് ദെൻ വൈയും 1 എടുത്തു. 1 - 1 അത് 0 അല്ലേ? അഥവാ 1,1 നമ്മുടെ റിലേഷനിലെ ഒരു എലമെന്റ് ആണ്. കഴിഞ്ഞില്ല. 2 എടുത്തു, 2 - 2 അതും 0 ആണ്. 2,2 റിലേഷണൽ എലമെന്റ് ആണ്. 3 എടുത്തു, 3 - 3 അതും റിലേഷണൽ എലമെന്റ് ആണ്. എന്തുകൊണ്ടാ? ഇവന്മാരുടെ 1 - 1 0, 2 - 2 0, 3 - 3 0 എല്ലാം നമുക്ക് എന്താണ്? 0 ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ് സെറ്റ്. ഇനി ആലോചിക്കേണ്ടത്, ഒരു നമ്പറിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ മക്കളെ, സം ഓഫ് ഡിജിറ്റ്സ് വിൽ ബി ഓൾസോ ഡിവിസിബിൾ ബൈ 3. ഓക്കെ, ഡിഫറൻസ് ഒന്നാണ്, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ നമ്പേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു വലിയ നമ്പർ ആണെങ്കിൽ ഉള്ളൊരു കണ്ടീഷൻ ആണ് കേട്ടോ. ആ കാണുന്ന കണ്ടീഷൻ നമുക്ക് ആവശ്യമുണ്ട് ഫ്യൂച്ചറിൽ. ഇവിടെ 1 എടുത്തു, എക്സ് 1 എടുത്തു, വൈ നിങ്ങൾ 2 എടുത്തു. 1 - 2, 1 - 2 - 1 നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ 1 ആകുമ്പോൾ എന്ത് വേണം? അശാൻ 1 ആകുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും 4 എടുത്ത് നോക്കിയേ. 1 - 4 ഇറ്റ് ഇസ് സെയിം ആസ് -3. -3 എങ്കിൽ എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 1,4 ഒരു എലമെന്റ് ആണ്. അങ്ങനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആൾക്കാർ 2 എടുക്കുമ്പോൾ എന്ത് വേണം? 2,5 എന്നാലാണ് 2 - 5 3 ആവുകയുള്ളൂ. 3 ആകുമ്പോഴോ 3,6 എന്നാൽ മാത്രമാണ് 3 - 6 ഇറ്റ് ഇസ് സെയിം ആസ് -3 ഇറ്റ്സ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. ഇതാണ് മക്കളെ നമ്മുടെ ഐറ്റം. ഇതാണ് നമ്മുടെ റിലേഷണൽ എലമെന്റ്. കഴിഞ്ഞില്ല. ഇതിന്റെ തേർഡ് പാർട്ട് ഉണ്ട്. ഇസ് ദിസ് എ ഫംഗ്ഷൻ? ഇത് ഫംഗ്ഷൻ ആണോ? ഒരിക്കലും ഇത് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടാ? ഇവിടെ 1ന് എത്ര ഇമേജ് ഉണ്ട്? 1ന് 2 ഇമേജ് ഉണ്ട്. ഹിയർ 1 ഹാസ് 2 ഇമേജസ്, 1 and 4. 1ഉം 4ഉം ആണെന്ത്? 1ന്റെ ഇമേജ്. ഒരു എലമെന്റിന് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടെങ്കിൽ, ഒരു എലമെന്റിന് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടെങ്കിൽ എല്ലാ മക്കളും മനസ്സിലാക്കണം, അവനൊരു ഫംഗ്ഷൻ അല്ല. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. നോക്കൂ, സോൾവ് 5x - 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5x - 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. മക്കളെ, ഈ കാണുന്ന -10 അപ്പുറം പോയി അത് +10 ആയിട്ട് മാറി, വിച്ച് ഇംപ്ലൈസ് 5x ലെസ് ദാൻ ഈക്വൽ ടു 5 + 10, which implies 5x less than or equal to 15 എന്ന് കിട്ടി, which implies x is less than or equal to 15/5. it is same as 3. ഓക്കെ, അതായത് ഈ കാണുന്ന 5 ഇപ്പുറം പോയപ്പോൾ ഡിവൈഡ് ബൈ 5, 15/3 ഇറ്റ് സെയിം ആസ് 3. അപ്പോൾ എക്സിന്റെ വാല്യൂ 3യോ 3നേക്കാളും താഴെ. ഇവിടെ ഒന്നും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. അതായത് 3 3നേക്കാളും താഴെയുള്ള എണ്ണൽ സംഖ്യകൾ which is equal to set എന്തൊക്കെയാണ്? 1 വരും, 2 വരും ആൻഡ് 3 വരും.
എക്സ് ബിലോങ്സ് ടു സെറ്റ് 1 2 3. എക്സ് ആണ് ഈ കാണുന്ന 1 2 3 മാത്രമാകാൻ വേണ്ടി സാധിക്കുള്ളൂ, വേറെ ആരും ആകാൻ വേണ്ടി പറ്റില്ല. ഇത് ഇന്റർവൽ അല്ല എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. എക്സ് ബിലോങ്സ് ടു സെറ്റ് 1 2 3. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. Solve the inequality 3 into 2x plus 1 greater than 8x plus 11. 3 into 2x plus 1 greater than 8x plus 11. എല്ലാവരും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. 3 into 6x plus 3 greater than 8x plus 11. മക്കളെ ഞാൻ എന്ത് ചെയ്യാം, നേരെ തന്നെ ഈ കാണുന്ന 8xനെ ലെഫ്റ്റിലേക്കും 3 റൈറ്റിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ which implies 6x minus 8x greater than 11 minus 3. അഥവാ 6x minus 8x it is same as minus 2x greater than 8 എന്ന് കിട്ടി. എനിക്ക് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവിന് കളയാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് കൊണ്ട് ത്രൂട്ട് മൾട്ടിപ്ലൈ ചെയ്തു which implies 2x ആൻഡ് ഈ കാണുന്ന 8നെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8. ശ്രദ്ധിക്കണം, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി വിൽ ഗെറ്റ് റിവേഴ്സ്ഡ്. ഗ്രേറ്റർ ദാൻ എന്തായി മാറും, അത് ലെസ് ദാൻ ആയി മാറി which implies x is less than -8/2 it is same as -4. എക്സിൻ്റെ മക്കളെ അത് -4 താഴെയാണ്, ശ്രദ്ധിക്കാം. ആൻഡ് ഹിയർ യു നോ മാർക്ക് ദി സൊല്യൂഷൻ ഓൺ ദി നമ്പർ ലൈൻ. നമ്പർ ലൈനിലെ സൊല്യൂഷൻ മാർക്ക് ചെയ്യുക. ഇവിടെ നാച്ചുറൽ നമ്പർ എന്നോ അങ്ങനെ ഒന്നും എവിടെയും പറയുന്നില്ല എന്ന് എൻ്റെ എല്ലാ മക്കളും മനസ്സിലാക്കി വെക്കാം. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഈ കാണുന്ന സൊല്യൂഷനെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ഞാൻ ഇത് നേരത്തെ നമ്പർ ലൈൻ വരച്ചു. ഇത് -∞, ഇത് +∞, ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ പോയിന്റ് -4. സോ എക്സിന്റെ വാല്യൂ എന്താ, ലെസ് ദാൻ -4. -4 താഴെയാണ് എൻ്റെ എപ്പോഴും എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ കാണുന്ന ഭാഗത്തുള്ള ആൾക്കാർ. ഇതാണ് സംഭവം. ശ്രദ്ധിക്കണം, ഇവിടെ ലെസ് ദാൻ ആണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും ആവശ്യം ഹോൾ ആണ്. ഞാൻ ഇതേ വരച്ചു മക്കളെ, ഹോൾ. കാരണം -4 ഉൾപ്പെടാൻ പാടില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരുന്നെങ്കിൽ എന്താണ് മക്കളെ, ഡോട്ട് നിർബന്ധമായിട്ടും വരക്കണമായിരുന്നു, ഡോട്ട്. പക്ഷെ ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് എല്ലാം നമുക്ക് ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ടും വേണ്ട എന്താണ്, നമുക്ക് ഹോൾ മാത്രമാണത്. ഈ കാണുന്നൊരു ഭാഗം ഇതാണ് നമ്മുടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കുക എല്ലാവരും. ദി ഫിഗർ ഷോസ് എ യൂണിറ്റ് സർക്കിൾ സെന്റർഡ് അറ്റ് ഒറിജിൻ ആൻഡ് പി ഇസ് എ പോയിന്റ് ഓൺ ഇറ്റ് വിത്ത് കോർഡിനേറ്റ്സ് 0.6 and 0.8. മക്കളെ യൂണിറ്റ് സർക്കിളാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കോൺസെപ്റ്റ്, നമുക്കിത് 12th-ലും 11th-ലെ ട്രിഗണോമെട്രിയിലും എല്ലായിടത്തും ആവശ്യമുള്ള ഒരു ചെറിയ കോൺസെപ്റ്റ് ഒറ്റ മിനിറ്റിൽ പറഞ്ഞുതരാം. ഇതെൻ്റെ ഒരു സർക്കിൾ, സെന്റർഡ് അറ്റ് ഒറിജിൻ, ഒറിജിനൽ സെന്റർ ആണ്, ഹാവിംഗ് റേഡിയസ് r. എൻ്റെ റേഡിയസ് r ആണ്, r. മക്കളെ ഈ കാണുന്ന ആംഗിൾ തീറ്റ എന്ന് വരിക, തീറ്റ. എങ്കിൽ സർക്കിളിനകത്തുള്ള ഏതൊരു പോയിന്റും, അത് ഈ കാണുന്ന പോയിന്റ് ആയിക്കോട്ടെ, ഈ കാണുന്ന പോയിന്റ്, അതായത് തീറ്റ മാറും, തീറ്റ മാറി. അതായത് ഈ കാണുന്ന പോയിന്റ് ഇത് എടുക്കുകയാണെങ്കിൽ, ഇവൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും തീറ്റ മാറി. ഇതാണ് നമ്മുടെ തീറ്റ, ആംഗിൾ മാറി കേട്ടോ. ഞാൻ θ1 എഴുതി. എനിക്ക് ഇങ്ങനെ ആംഗിൾ മാറുന്നു. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും, ഞാൻ ഇവൻ P1 ആണെങ്കിൽ എനിക്ക് കാണുന്ന P1നെ എങ്ങനെ എഴുതാൻ പറ്റും, എല്ലാവരും മനസ്സിലാക്കണം. കോസിന്റെയും സൈന്റെയും ടേംസിൽ എനിക്ക് നമ്മുടെ പോയിന്റ് എഴുതാൻ പറ്റും. അതാണ് r cos θ, r sin θ. അപ്പോൾ ഏതൊരു പോയിന്റ് എന്താണ്, അതിന്റെ ഫോർമാറ്റ് r cos θ, r sin θ. r എന്താണ്, r എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ്. തീറ്റ എന്താണ്, തീറ്റ എന്ന് പറഞ്ഞാൽ അത് ആംഗിൾ. ഈ കാണുന്ന ആംഗിൾ അതാണ് തീറ്റ. ചോദിക്കട്ടെ, ഞാൻ ഈ ആംഗിൾ θ1 എടുത്തു, റേഡിയസ് മാറുന്നില്ല, റേഡിയസ് സെയിം തന്നെയാണ്, അതായത് r കോസ് ആംഗിൾ മാറി θ1, r സൈൻ θ1. കണ്ടോ, r കോസ് r സൈൻ, ആംഗിൾ മാത്രം മാറും. എന്താ, ആംഗിൾ θ1ഉം അത് θ2ഉം അത് θ3ഉം അത് 5ഉം അത് 4ഉം 5ഉം അങ്ങനെ എന്തുമായിട്ട് വേണമെങ്കിലും മാറാൻ വേണ്ടി സാധിക്കും. മനസ്സിലാക്കേണ്ടത് r കോസ് r സൈൻ ഫോർമാറ്റ് ആണ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. സിമിലർലി ഈ കാണുന്ന പോയിന്റ് നോക്കിയ മക്കളെ, സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. സർക്കിളിലെ ഏതൊരു പോയിന്റ് നമുക്കറിയാം, അതിന് r cos θ, r sin θ എന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ ആംഗിൾ x അല്ലേ, അപ്പൊ എന്താ r cos x, r sin x എഴുതി. ഒറ്റ കാര്യം കൂടി ഉണ്ട്, ഇറ്റ്സ് ഗിവൺ ദാറ്റ് ദി സർക്കിൾ ഇസ് യൂണിറ്റ് സർക്കിൾ. സർക്കിൾ എന്താണ് മക്കളെ, യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ റേഡിയസ് 1 ആണ്. അതായത് ഈ കിടക്കുന്ന r എന്തായി മാറി, r നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, അത് 1 ആയിട്ട് മാറി. ഞാൻ r 1 ആയതുകൊണ്ട് അവനെ മാച്ച് കളഞ്ഞു. അതായത് ബേസിക്കലി r 1 ആയപ്പോൾ ഞാൻ മാച്ചെങ്കിൽ ഈ കിടക്കുന്നവൻ എന്താ, ഇത് cos x, x കോർഡിനേറ്റ് cos x ആണ്, അത് 0.6 ആണ്. ആൻഡ് y കോർഡിനേറ്റോ
അത് sin x ആണ്. അതെന്താ? അത് 0.8 ആണ്. കഴിഞ്ഞു. sin x എന്ന് പറയുന്നത് 0.8, cos x equal to 0.6. ഫസ്റ്റ് വൺ sin x equal to 0.8, cos x equal to 0.6. ബസ് നെക്സ്റ്റിലേക്ക് പോകുന്നു ഞാൻ. ഹെൻസ് ഇവാലുവേറ്റ് sin 2x. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും sin 2xന്റെ ഫോർമുല 2 sin x into cos x ആണ്. അതായത് 2 into sin x എത്ര മക്കളെ? അത് 0.8 into cos x അത് 0.6. കഴിഞ്ഞു. സോ 0.8 into 0.6 0.48 ആണ്. 0.48 into 2 it's same as 0.96. അതും കഴിഞ്ഞു. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത് ഫൈൻഡ് കോർഡിനേറ്റ് ഓഫ് Q. മക്കളെ ഇവിടെ ആംഗിൾ POQ 180 ആണ്, വിച്ച് മീൻസ് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതാണ് ഇമ്പോർട്ടൻസ്. ആംഗിൾ POQ, ഈ കാണുന്ന ആംഗിൾ 180 എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. അതാണ് മീനിങ്. അപ്പം എപ്പോഴും ഈ കാണുന്ന പോയിന്റ് എന്താണോ അവൻ തന്നെയാണ് പോയിന്റ് Q. ഒരു മാറ്റമില്ല. അത് സ്ട്രെയിറ്റ് ലൈനിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന പോയിന്റ് എപ്പോഴും ഒരു യൂണിറ്റ് സർക്കിളിനകത്ത് അത് സെയിം ആയിരിക്കും. അപ്പം എന്ത് എഴുതുക? ഇവന്റെ പോയിന്റ് അത് 0.6, അത് 0.8. പക്ഷെ ഒറ്റ മാറ്റം മാത്രമുണ്ട്. അത് ചിഹ്നമാണ്, ചിഹ്നം, സൈൻ. തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം, തേർഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവാണ്. അറിയാലോ, ഇവിടുത്തെ എക്സ് എല്ലാം നെഗറ്റീവാ, ഇവിടുത്തെ വൈ എല്ലാം നെഗറ്റീവാ. അവിടുത്തെ എക്സും വൈയും നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കാണുന്ന എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്യണം? നെഗറ്റീവ് വേണം. എക്സും വൈ നെഗറ്റീവ് ആയിട്ട് മാത്രം നെഗറ്റീവ്, വൈയുടെ നെഗറ്റീവ്. അഥവാ കോർഡിനേറ്റ് ഓഫ് Q എന്ന് പറഞ്ഞാൽ അത് -0.6, -0.8 ആണ്. ഇതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നേരെ തന്നെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇത്ര മാത്രം എഴുതിക്കൊണ്ട് പോകുന്നത് വളരെ സുഖമായിട്ട് 4 മാർക്ക് ബോർഡ് എക്സാമിന് നേടാൻ വേണ്ടി സാധിക്കും. കോൺസെപ്റ്റ് മാത്രം മതി. ഈ 4 മാർക്കിന് അടുത്തേക്ക് പോകുന്നു. ദ നെക്സ്റ്റ് വൺ. കൺസിഡർ ദി ഡിജിറ്റ്സ് 4, 5, 6, 7. How many 3-digit numbers can be formed using the above digits without repetition of digits? മക്കളെ 3-digit നമ്പർ വേണം. അതായത് 3-digit നമ്പർ കൊണ്ട് അത് നേരെ 3 ബോക്സ് വെച്ചു. 1, 2, 3. ഡിജിറ്റ്സിന്റെ റിപ്പീറ്റേഷൻ പാടില്ല. അപ്പോൾ ഈ കാണുന്ന കോളം എനിക്കറിയാം, മൊത്തം 4 പേരുണ്ട്. 4 പേരെ വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവനെ 3 പേരെ വെച്ചും ഇവനെ 2 പേര് വെച്ചും. സോ ദ ആൻസർ ഇസ് 4 into 3 into 2. It is same as 12, 24. Yes, 12 into 2. The answer is 24. So total number of 3-digit numbers using these digits is 24. അടുത്തേക്ക് പോകുന്നു ഞാൻ. First one. How many of these 3-digit numbers are multiples of 3? 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എത്ര പേരുണ്ട്? ഇതാണ് ചോദ്യം. ശ്രദ്ധിക്കണം. റിപ്പീറ്റേഷൻ, അതായത് ഈ കാണുന്ന 24 പേരിൽ എത്ര പേരാണ് എത്ര പേരാണ് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് വരുന്നത്? ഈ കിടക്കുന്ന 24 പേര് കേട്ടോ. അതാണ് ചോദ്യം വരുന്നത്. ശ്രദ്ധിക്കണം. ഈ കിടക്കുന്ന 24 പേരിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എത്ര പേരുണ്ട്? അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആണ് നോക്കാൻ പറ്റും. മക്കളെ ഇവിടുത്തെ നമുക്ക് ഡേറ്റ്സ് അറിയാലടാ. അത് 4, 5, 6, 7 ആണ്. ഞാനതിലെ 4ഉം 5ഉം 6 ഉപയോഗിച്ചിരിക്കാം. 4ഉം 5ഉം 6ഉം അഥവാ 456 654 അല്ലെങ്കിൽ 546 അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ഈ കാണുന്ന 3 ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ, ഈ കാണുന്ന 3 ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങൾ നോക്കിയിട്ട് ഇത്ര മാത്രമാണ്. ഈ ഡിജിറ്റ്സിനെ സം എടുക്കുക. 4 + 5 9 + 6 15. 15 എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതുകൊണ്ട് ഈ കാണുന്ന 4, 5, 6 ഉപയോഗിച്ച് വരുന്ന ഏത് നമ്പറിനെ നമുക്ക് എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് 456 ആയാലും 565 ആയാലും 546 ആയാലും 645 ആയാലും എങ്ങനെയാണെങ്കിൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സം ഓഫ് ഡിജിറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. സം ഓഫ് ഡിജിറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇവൻ ഓക്കെ കേട്ടോ. ഞാൻ അടുത്ത് ഇങ്ങനെ എടുത്തു. 4ഉം 5ഉം 7 എടുത്തു. 4, 5, 7. ആശാൻ അത് പറ്റോ? 4 + 5 it's 9 + 7 it's same as 16. 16 കിട്ടിയത്. നിങ്ങൾ പറയൂ, 16 എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇത് വെച്ച് ഫോം ചെയ്യുന്ന ഒരു നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ 457 എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
574 3 കൊണ്ട് പറ്റില്ല, 754 3 കൊണ്ട് പറ്റില്ല. അപ്പൊ 3 കൊണ്ട് പറ്റണമെങ്കിൽ നോക്കേണ്ടത് ഡിജിറ്റ്സിന്റെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ, അത് 1 കിട്ടി 4 5 6 അതൊക്കെയാണ്. ഇതുപോലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 5 6 7 രണ്ടാമത്തെ ആളും. ഓക്കെ, 5 + 6 11, 11 + 7 ഇറ്റ്സ് സെയിം ആസ് 18. 18 എങ്കിൽ എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മക്കളെ 5 6 7 പറ്റും. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഈ കാണുന്ന 3 പേരെ ഉപയോഗിച്ച് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഈ കാണുന്ന 3 പേരെ ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് പോസിബിലിറ്റി മക്കളെ. 3 ഡിജിറ്റ് നമ്പേഴ്സ് 4 5 6 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന നമ്പേഴ്സ് എത്രയാണ്? ഓക്കെ, നമ്പേഴ്സ് formed using 4 5 6 equal to ഞാൻ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ മക്കളെ ഫസ്റ്റ് കോളം എത്ര പേർക്ക് പറ്റും? 3 പേർക്കും പറ്റും 3, സെക്കൻഡുള്ള 2 പേർക്കും ആൻഡ് ഒരാൾക്കും ഇറ്റ്സ് 6, 6 പേർക്ക് പറ്റും. സിമിലർലി നിങ്ങൾ നോക്കൂ, ഇതാണെങ്കിൽ 5 6 7 ആകുമ്പോഴും യാതൊരു മാറ്റവുമില്ല. അവിടെയും നമുക്ക് എന്താണ് നമ്പേഴ്സ് ഫോം യൂസിങ് 5 6 7, അതും 6 പേർക്കേ പറ്റുള്ളൂ. ടോട്ടൽ നമ്പേഴ്സ് divisible by 3 is 12. എത്രയാണ്? 12 നമ്പേഴ്സ് നമുക്ക് എന്താണ് ഡിവിസിബിൾ ആണ്. അതായത് ഒന്ന് ഈ കാണുന്ന 6 പേര് വെച്ചിട്ട് പിന്നെന്താണ് അടുത്ത 6 പേര്, മൊത്തം 12 പേര്. ആൻസർ കഴിഞ്ഞു. ഗംഭീരമായ ചോദ്യം. അടുത്തേക്ക് പോകുന്നു. How many 3-digit numbers are there which are above 600 if repetition of digit are allowed? 600-നേക്കാളും മേലെ പോകണം. ശ്രദ്ധിക്കണം, റിപ്പീറ്റേഷൻ നമുക്കളെ അലൗഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നു. ആൻഡ് എൻ്റെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരും നോക്കണം. തേർഡ് ക്വസ്റ്റ്യൻ 3-digit നമ്പർ 600-നേക്കാളും മേലെ. മൊത്തമായിട്ടുള്ളത് 4 5 6 7. നിങ്ങൾ ആലോചിക്കുക, 600-നേക്കാളും മേലെ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കാണുന്ന 100 പ്ലേസ് നമ്പർ അതെപ്പോഴും എന്താവണം? ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 7. കാരണം ഇത് 4 ആയി വരിക. ഈ 4 456 475 അങ്ങനെയല്ലേ വരുള്ളൂ. ഒരിക്കലും 600 മേലെ പോവില്ലോ. സോ 600 മേലെ പോകാനായിട്ട് ഒന്നെങ്കിൽ 6 7 വേണം. അതായത് 2 വഴിയേ ഉള്ളൂ. ഇനി ഇവന്മാര് എന്തായാലും പ്രശ്നമല്ല. അതായത് 4 പേരും പറ്റും, ഇതിലും 4 പേര് പറ്റും. എന്തുകൊണ്ടാ? റിപ്പീറ്റേഷൻ വിഷയമല്ല. സോ ദി ആൻസർ ഇസ് 4 × 4 × 2, അഥവാ 16 × 2 32 പേര്. ഓക്കെ, ടോട്ടൽ പോസിബിലിറ്റീസ് 32 ആണ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്ന മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. കൺസിഡർ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് x = x if x less than or equal to 1, 1 if x greater than 1. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് ചോദ്യം. എന്താണ് ഈ കാണുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. വളരെ ലോക്കൽ പരിപാടി. മക്കൾ എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ നേരത്തെ തന്നെ x ആക്സും y ആക്സ് വരച്ചു. ഇവിടെ ഒറ്റ കാര്യം മാത്രമാണ് നോക്കാനുള്ളത്, വേറെ ഒന്നുമല്ലടാ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് 1-നേക്കാളും താഴെ, 1 1-നേക്കാളും താഴെയാണെങ്കിൽ ഫംഗ്ഷൻ x ആണ്. അത് f of x യുടെ എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് പാസ് ത്രൂ ഇറ്റ്. ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ്. ഇതാണ് നമുക്ക് എന്ത് f of x = എക്സിന്റെ ഗ്രാഫ്. ഞാൻ വേണമെങ്കിൽ കളർ മാറ്റാം കേട്ടോ, അത് കൺഫ്യൂഷൻ ആയല്ലോ. നേരെ ഒന്ന് കളർ മാറ്റാം, കളർ ചേഞ്ച് ഇറ്റ് ടു ബ്ലാക്ക്. യെസ്, ഇതാണ് എന്ത് f of x = എക്സിന്റെ ഗ്രാഫ്. നിങ്ങൾക്കറിയാം. പക്ഷെ ഫുള്ള് വേണ്ട, 1 വരെ മതി. അപ്പോൾ ഞാൻ 1 എന്നുള്ള പോയിന്റോട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 വരെ മാത്രമാണ് ആവശ്യം. അത് ഇതിൻ്റെ നേരെ മേലോട്ട് കൊണ്ടുപോയി ഇവിടം വരെ മതി എനിക്ക് കേട്ടോ. അവിടം വരെ മതി. അവിടം വരെ മാത്രം ഞാൻ എൻ്റെ ഗ്രാഫിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞു. എന്താ പറയുന്നത്? 1-നേക്കാൾ മേലെ നമുക്കറിയാം ഫംഗ്ഷന്റെ എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂവിന്റെ ഈ കാണുന്ന പോയിന്റിൽ അത് 1 തന്നെയായിരിക്കും. കാരണം എന്താണ്? അത് f of x = x ആയതുകൊണ്ട് f of 1 എന്തായിരിക്കും? അത് 1 തന്നെയായിരിക്കും കേട്ടോ. ഈ 1-നേക്കാൾ മേലെ ആര് വന്നാലും എന്താ ഫംഗ്ഷൻ വാല്യൂ? ഇറ്റ്സ് 1. സോ 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, ആ നിമിഷം എപ്പോഴും ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 1. അത് കോൺസ്റ്റന്റ് ആണ്. ഇത് ഇങ്ങനെ പോകും, ഒറ്റ വാല്യൂ 1. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം, ഇതാണ് നമ്മുടെ ഗ്രാഫ്. 1 മുമ്പ് എക്സ്, 1 ശേഷം 1 മാത്രം. ബസ് അടുത്തേക്ക് പോകുന്നു. ഫൈൻഡ് ദി റേഞ്ച്. റേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കാണുന്ന നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാവരും വരും,
നോക്കിയേ, നമ്മൾ നേരത്തെ തന്നെ ഗ്രാഫിൽ നിന്ന് y ആക്സിലേക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാവരും ഒന്ന് എവിടെ വരെ നോക്കിയേ, ഇത് 1 വരെ വന്നു. 1 മേലെയുണ്ടോ? 1 മേലെ ആരുമില്ല. അതായത് ഇവന്റെ റേഞ്ച് എന്താടാ? അത് -∞ മുതൽ 1 വരെ. ശ്രദ്ധിക്കണം, 1 ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ക്ലോസ് ടു 1. അടുത്തേക്ക് പോകുന്നു. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 f(x). നമുക്കിവിടെ ലെഫ്റ്റും റൈറ്റും 2 പേരുള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേണം. അതുകൊണ്ട് LHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 - f(x). മകളെ 1 - മീൻസ് 1 ചെറുതാണ്. 1 ചെറുതാകുമ്പോൾ നിങ്ങൾക്കറിയാം ലെസ് ദാൻ 1 ലെസ് ദാൻ 1. അതാകുമ്പോൾ ഫംഗ്ഷൻ ആരാ? x ആണ്. ഓടിപ്പോൾ x എന്ന് എഴുതി. മക്കളെ എക്സിന് വരെ 1 കൊടുത്തു കിട്ടും. ഇറ്റ്സ് സെയിം ആസ് അഗൈൻ 1. RHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 പ്ലസ് f(x). 1 മീൻസ് 1 മേലെ ഏത് വാല്യൂ വന്നാലും ഫംഗ്ഷൻ ഇസ് 1. ദേ x ഗ്രേറ്റർ ദാൻ 1, ദി ഫംഗ്ഷൻ ഇസ് 1. സോ ഇതിന്റെ ആൻസർ 1 തന്നെ. അപ്പൊ LHലും RHലും ഈക്വൽ ആണ്. അതുകൊണ്ട് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ വാല്യൂ എന്താണ്? അതിന്റെ വാല്യൂ 1 ആണെന്ന് അറിയാം. അഥവാ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 f(x). therefore ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 f(x) എന്ന് പറഞ്ഞാൽ ദി ആൻസർ ഇസ് 1. അങ്ങനെ 3 ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ആവാൻ സാധിച്ചു. നമ്മൾ നേരെ പോകുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. എ ബാഗ് കണ്ടെയ്ൻ 10 യെല്ലോ ബോൾസ്. 10 യെല്ലോ, ഇനി 7 ഗ്രീൻ ആൻഡ് 6 വൈറ്റ് ബോൾസ്. ഇതാണ് എൻ്റെ ഒരു ബാഗിനകത്തുള്ളൂ കേട്ടോ. ഇൻ ഹൗ മെനി വേസ് 3 ബോൾസ് ക്യാൻ ബി സെലക്ടഡ് ഓഫ് സെയിം കളർ. ഒരേ കളറുള്ള 3 ബോൾസ് വേണം. ആശാൻ ആലോചിക്കാം, സെയിം കളറുള്ള എത്ര ബോൾസ്, എത്ര ടൈപ്പ് കൊടുക്കാൻ വേണ്ടി സാധിക്കും? സെയിം കളർ. ആലോചിക്കാം ആശാൻ, ഈ കാണുന്ന 10ൽ നിന്ന് എടുക്കുന്ന എത്ര ബോള്? 3 ബോള് സെയിമായ 3 യെല്ലോയാ. അപ്പൊ ഈ 3 യെല്ലോ വേണമെങ്കിൽ ആലോചിക്കാം, 10ൽ നിന്ന് 3 യെല്ലോ ബോൾ എടുക്കാം. ഒരിടയില്ലേ? എത്ര വേസിൽ പറ്റും? 10 C3 വേസ്. നിങ്ങൾ ആലോചിക്കാം, നിങ്ങളുടെ കയ്യിൽ 3 യെല്ലോ ബോൾസ് ആയി. നമ്മുടെ പ്രോസസ് കഴിഞ്ഞു, നമുക്ക് 3 ബോൾ ആവശ്യം, 3 എണ്ണം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആ കാണുന്ന സെലക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ പ്ലസ് ഇടാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ക്രോസ് ഇൻറ്റു ആണ് ഇടേണ്ടത്. നിർബന്ധമായിട്ടും ഇൻറ്റു ആണ് ഉപയോഗിക്കാനായിട്ട്. ഇവിടെ പ്ലസ് ഉപയോഗിക്കാം. ആൻഡ് ദെൻ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഇനി 7 ഗ്രീൻ ഉണ്ട്. 7 ഗ്രീൻ ബോളിൽ നിന്ന് സെയിം കളർ വേണമെങ്കിൽ 3 ഗ്രീൻ ആവണ്ടേ? അപ്പോൾ ഒന്നുകിൽ 3 എണ്ണം യെല്ലോ ആകാം, അതല്ലെങ്കിൽ 3 എണ്ണം ഗ്രീൻ ആകാം, അതല്ലെങ്കിൽ 3 എണ്ണമോ വൈറ്റ് ആകാം. 3 എണ്ണം ഗ്രീൻ ആവുക എന്ന് പറഞ്ഞാൽ 7 ഗ്രീൻ ബോളിൽ നിന്ന് 3 ഗ്രീൻ ബോൾ. അവിടെ നമ്മുടെ എന്താണ്? സെലക്ഷൻ കഴിഞ്ഞു. 3 ബോൾ എടുക്കണം, 3 എണ്ണം കഴിഞ്ഞു. ആൻഡ് ദെൻ 6 വൈറ്റ് ബോളിൽ നിന്ന് 3 വൈറ്റ് ബോൾ പോസിബിൾ ഇൻ 6 C3 വേസ്. ഇതാണ് ആൻസർ. 10 C3 പ്ലസ് 7 C3 പ്ലസ് 6 C3. സോ 10 C3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെയിം ആസ് ക്ലാസ് 10 into 9 into 8 divided by 1 into 2 into 3 plus അടുത്ത് 7 C3 means 7 into 6 into 5 divided by 1 into 2 into 3 plus അവസാനമായിട്ട് ആശാൻ 6 C3 6 into 5 into 4 divided by 1 into 2 into 3. ഓക്കെ, ഇതാണ് നമുക്കെന്ത് ഇവിടെ ലഭിച്ച ആൾക്കാർ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം മക്കളെ, ഇതാ 2 into 3 6 ക്യാൻസൽ ആയിപ്പോയി. 2 into 3 6 ക്യാൻസൽ ആയിപ്പോയി. 2 in 10 5 times, 2 in 9 3 times. അപ്പോൾ 8 into 3 24, 24 into 5 120 പ്ലസ് 7 into 5 35 പ്ലസ് 5 into 4 20. അപ്പോൾ 120ഉം 140ഉം 170ഉം 175. ബസ് കഴിഞ്ഞുള്ളൂ. അടുത്തേക്ക് പോകുന്നു. ഓഫ് ഡിഫറെന്റ് കളർ. ഈ കാണുന്ന 3 ബോളും എന്താണ്? ഡിഫറെന്റ് കളർ ആവണം. ഒരിക്കലും എന്താണ്? സെയിം കളർ അല്ല, ഡിഫറെന്റ് കളർ കേട്ടോ. ഡിഫറെന്റ് കളർ. ആശാൻ ഡിഫറെന്റ് കളർ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒന്നുകിൽ അവൻ എന്താവണം? ഒരു യെല്ലോ ബോള്, ഒരു ഗ്രീൻ ബോള്, ഒരു വൈറ്റ് ബോള്. എന്നാലാണല്ലോ 3 ബോൾസ് നമുക്ക് എന്താണ് ഡിഫറെന്റ് ആവുള്ളൂ. 3 ബോൾസും ഡിഫറെന്റ് കളർ ആവണം. അതായത് ഒരു യെല്ലോ, ഒരു ഗ്രീൻ, ഒരു വൈറ്റ്.
മൊത്തമായിട്ട് 10 യെല്ലോ ഉണ്ട്. 10 യെല്ലോയിൽ നിന്ന് ഒരു യെല്ലോ വേണം. എത്ര ബേസിൽ പറ്റും? 10 C1 ബേസിൽ. കഴിഞ്ഞോ? ഇവിടെയാണ് പ്രശ്നം. കഴിഞ്ഞിട്ടില്ല. ഇനി പ്ലസ് വേണോ ഇൻറ്റു വേണോ? മൊത്തമായിട്ട് എനിക്ക് ആവശ്യം 3 ബോൾസ്. 3 ബോൾസിലെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞു. എനിക്കിനി ബാക്കിയുണ്ട്. ഇനി ബാക്കി എടുക്കാൻ വേണ്ടി ഉണ്ടല്ലേ? അതുകൊണ്ട് ബാക്കിയുള്ളത് കൊണ്ട് മാത്രം മക്കളെ ഇൻറ്റു മൊത്തമായിട്ടുള്ളത് 7 ഗ്രീൻ. 7 ഗ്രീനിൽ നിന്ന് ഒരു ഗ്രീൻ വേണം. അതുകൊണ്ട് 7 C1 ബേസിൽ ഇൻറ്റു മൊത്തമായിട്ടുള്ളത് 6 വൈറ്റ്. 6 വൈറ്റിൽ നിന്ന് ഒരു വൈറ്റ് വേണം. 6 C1 ബേസിൽ. That's it. So 10 C1 അത് 10 into 7 into 6. It is same as 6 into 7. It's possible in hope you know it's 42. And 42 into 10 it's same as 420. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻസിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് എത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ദി 15th one. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ ദി എലിപ്സ് വിത്ത് ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 6,0. മക്കളെ ഈ കാണുന്ന ഫോക്കൈ എവിടെയാ? പ്ലസ് ഓർ മൈനസ് 6,0. അഥവാ ഫോക്കൽ ലൈസ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിലാണ് ഫോക്കസ് എങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ എലിപ്സിന്റെ ഷേപ്പ് എന്താണ്? അത് ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. എലിപ്സ് ഇങ്ങനെ വേണം വരാനായിട്ട്. അയ്യോ ഇങ്ങനെ, അങ്ങനെയല്ല, ഇങ്ങനെ കേട്ടോ. ഇതാണ് എലിപ്സ്. ആൻഡ് ഇതാണ് നമ്മുടെ 6,0. ഇതാണ് നമ്മുടെ മൈനസ് 6,0 കേട്ടോ. അവിടെ നിൽക്കട്ടെ. ആൻഡ് പാസ് ത്രൂ ദി പോയിന്റ് 65. 65 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു. അശാൻ 65 എവിടെ ആയിരിക്കും? അതേ നേരെ ഇതിൻ്റെ മേലെ ഇവിടെ ആയിരിക്കും. ഇതാണ് നമ്മുടെ 65 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ മക്കളെ, അങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? നിങ്ങൾ ഇവനെ ജോയിൻ ചെയ്തു. ഞാൻ ഈ കാണുന്ന പോയിന്റ് സം എ എന്ന് വിളിച്ചു, ഇവനെ ബി എന്ന് വിളിച്ചു, ആൻഡ് ഇവനെ പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും എലിപ്സിനകത്തുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഫോക്കസിൽ നിന്ന് ഡിസ്റ്റൻസുകളുടെ സം എന്ന് പറഞ്ഞാൽ അഥവാ എ പി പ്ലസ് പി ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് 2a. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് ഇതാണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അഥവാ 2a അഥവാ എ പി പ്ലസ് പി ബി. അപ്പൊ എ പി കാണണം, പി ബി കാണണം. അപ്പൊ എ പി ഈ ഡിസ്റ്റൻസ് ആണ്. നോക്കണം എന്താ എ പി സെപ്പറേറ്റ് ചെയ്യാം. എ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെയിം ആസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. 6 മൈനസ് മൈനസ് 6, 6 മൈനസ് മൈനസ് 6 which means 6 plus 6 12 ആണ്. 12 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. 5 മൈനസ് 0 അത് 5 ആണ്. 5 സ്ക്വയർ. സോ റൂട്ട് ഓഫ് 144. ഓക്കെ പ്ലസ് 5 സ്ക്വയർ ഇറ്റ് സെയിം ആസ് 25. ഇറ്റ് സെയിം ആസ് റൂട്ട് 169 13 കിട്ടി. ആൻഡ് അടുത്ത് പി ബി റൂട്ട് ഓഫ് മക്കളെ പി ബി. ഇതാണ് പി ബി. വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഫോക്കസിക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ എന്തായിരിക്കും? അതെപ്പോഴും സെമി ലാറ്റസ് റെക്റ്റം ആയിരിക്കും. അങ്ങനെ ആലോചിക്കാട്ടോ. ഫുൾ എന്താണ്? ലാറ്റസ് റെക്റ്റം. ഇവരെന്താണ്? സെമി ലാറ്റസ് റെക്റ്റം. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ എന്താ പി ബി? പി ബി എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് so the 6 minus 6, 6 minus 6 it is 0, 0 square plus 5 minus 0 it's same as root 5 square. The answer is 5. About therefore 2a അഥവാ length of major axis it is same as 13 plus 5 equals 18. അത് കിട്ടി. എല്ലാവരും ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി എന്ത് വേണം? മൈനർ ആക്സിസ് ലെങ്ത് വേണം അഥവാ ബി വേണം. 2b. ഓക്കെ 2b ആണ് ആവശ്യം. 2bക്ക് വേണ്ടി മക്കളെ നമുക്കറിയാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അത് 2b സ്ക്വയർ ബൈ എ ആണ്. ഹോപ്പ് യു ഓൾ നോ. ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇത് ഫുള്ളാണ്. അപ്പോൾ ഇത്ര ഭാഗം എന്താ? ഇത് സെമി ലാറ്റസ് റെക്റ്റം ആണ്. സോ ലെങ്ത് ഓഫ് സെമി ലാറ്റസ് റെക്റ്റം, സെമി ലാറ്റസ് റെക്റ്റം ഇതിന്റെ പകുതിയാടാ. അഥവാ 2b സ്ക്വയർ ബൈ എ ഡിവൈഡഡ് ബൈ 2 അത് b സ്ക്വയർ ബൈ എ ആണ്. ഇത്ര ഭാഗത്തെ ഡിസ്റ്റൻസ് നമ്മൾക്കറിയാം അത് 5 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് 5 ആണ്. ഇറ്റ് സെയിം ആസ് 5. അതാണ് സെമി ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു 5. ബി സ്ക്വയർ അറിയില്ല ബൈ എ. 2a എന്ന് പറയുന്നത് അത് 18 ആണ്. 18 അഥവാ എ എത്രയാ? എ ഈക്വൽ ടു 9.
കിട്ടിയ എത്രയാ? A9 ആണ്. ബി സ്ക്വയർ എത്രയാ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 × 5 45 which implies b എത്രയാണ്? b equal to √45. അപ്പോൾ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, therefore length of minor axis equals 2b, അഥവാ 2 × b എത്രയാണ്? അത് √45 to √45. കഴിഞ്ഞോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കട്ടോ, അത് വേണമെങ്കിൽ ചെറുതാക്കാം. ഇപ്പോൾ √45 ഹോപ്പിനോ അത് 3√5 ആണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ എന്താണ് ഇതിനെ 6√5 മാറ്റാൻ വേണ്ടി സാധിക്കും. ബാക്കിയിലേക്ക് പോയി റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എലിപ്സ്. therefore equation of ellipse, hence equation of ellipse എന്ന് പറഞ്ഞാൽ x² ഡിവൈഡഡ് ബൈ a². മക്കളെ 2a 18 ആയതുകൊണ്ട് a എത്രയാ? A9 ആണ്. സോ 9² ഇറ്റ് സെയിം ആസ് 81 പ്ലസ് y² ബൈ b². b² hope you know it is same as 45 equal to 1. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. നമ്മൾ നേരെ പോകുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് സെക്ഷൻ ബി. ദി ഗിവൺ ഫിഗർ ഷോസ് എ പോയിന്റ് C41. ഒരു പോയിന്റ് 41 കേട്ടോ, കൊള്ളാം. ഓൺ എ ലൈൻ ദിസ് പോയിന്റ് ഡിവൈഡ്സ് ദി സെഗ്മെന്റ് ബിറ്റ്വീൻ ദി കോർഡിനേറ്റ് ആക്സിസ് ഇൻ ദി റേഷ്യോ 2:1. മക്കളെ ഈ കാണുന്ന ലൈനിനെ സി എന്നുള്ള പോയിന്റ് 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. കഴിയും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് ഇന്റർസെപ്റ്റ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്, അഥവാ ഈ കാണുന്ന പോയിന്റ്സ് കാണും. അതാണ് എ. നിങ്ങൾക്കറിയാം ഈ കാണുന്ന പോയിന്റ് എക്സ് ആക്സിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിലെ ഏതൊരു പോയിന്റിന്റെയും ഫോർമാറ്റ് എന്താണ്? സം x, 0. ആൻഡ് ഈ ബി എന്നുള്ള പോയിന്റ് വൈ ആക്സിലെ പോയിന്റ് അവന്റെ ഫോർമാറ്റ് സം 0, y. അപ്പോൾ ഈ കിടക്കുന്ന എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു രീതിക്ക് വരച്ചുതരാം. ഇത് നേരത്തെ തന്നെ ഇങ്ങനെ വരച്ചുതരാം കേട്ടോ. അതായത് ഇവൻ ബി ഇത് 0y, ഇവൻ എ അത് x0, ആൻഡ് ഇവൻ സി എന്താണത്? അത് 4:1 ഡിവൈഡ് ദ റേഷ്യോ 2:1. നോക്കിയേ, ബി സി 2 ആണ്, സി എ 1 ആണ്. ബി സി 2 സി എ 1 പക്ക. ഇനി ഈ കാണുന്ന പോയിന്റ് 4 കാണാൻ വേണ്ടി എത്ര മാത്രമാണ്? ക്രോസ് ചെയ്യാം. ലെറ്റ്സ് ക്രോസ് ഇറ്റ്. 2 × x, എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ മാത്രം ക്രോസ് ചെയ്യാം കേട്ടോ. 2 × x 2x പ്ലസ് 1 × ഇവിടെ എക്സ് കോർഡിനേറ്റ് 0, ഇറ്റ് ഇസ് സെയിം ആസ് 0 ഡിവൈഡ് ബൈ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യുക 2 + 1 അത് 3 ആണ്. ഇതാണ് മക്കളെ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അഥവാ 4. സോ 2x / 3 = 4, which implies 2x = hope you know ഈ കാണുന്ന 3 ഇവിടെ പോയി കഴിഞ്ഞാൽ 4 × 3 12, which implies x = 12/2. the answer is 6. x എന്താ? x 6 ആണെന്ന് കിട്ടി. x 6 ആണെങ്കിൽ എന്താണ് y എന്ന് ചോദ്യമുണ്ട്. y കാണാൻ വേണ്ടി നിങ്ങൾ y കോർഡിനേറ്റ് മാത്രം ഉപയോഗിക്കുക. സോ 2 × 0 it's 0 പ്ലസ് 1 × y it's y ഡിവൈഡഡ് ബൈ ക്ലാസ് 2 + 1 3 ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടുത്തെ y കോർഡിനേറ്റ് അത് 1 ആണെന്ന് അറിയാം. 1 which implies y/3 = 1, which implies y = 3. അതായത് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് അത് 6 ആണ്, എക്സ് കോർഡിനേറ്റ് ആണ്. ആൻഡ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ അത് 3 ആണ്. അങ്ങനെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നു ബാക്കിയിലേക്ക്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. therefore equation of line is x/a plus y/b = 1. that is x divided by x intercept അറിയാം അത് 6 ആണ്, പ്ലസ് y divided by y intercept 3 ആണ്, ഈക്വൽ ടു 1. ഇനി വേണമെങ്കിൽ LCM എടുത്തതിനെ 3x + 4y = 3x + 6y = 18 എന്ന് പറഞ്ഞ് എഴുതി വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ നേരെ പോകുന്നു സെക്ഷൻ സിയിലേക്ക്. നമ്മുടെ അവസാന ഭാഗം 4 ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ഓരോ ചോദ്യം. ദി വാല്യൂ ഓഫ് sec² 2 - tan² 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ഫോർമുലയുണ്ട്. 1 + tan² θ = sec² θ. അവിടെ നിന്ന് ഈ കാണുന്ന tan² θ റൈറ്റിൽ പോയിട്ടോ. സോ 1 = sec² θ
മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അതായത് മക്കളെ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ അത് 1 ആണ്. അത് സീക്ക് സ്ക്വയർ 1 മൈനസ് ടാൻ സ്ക്വയർ 1 ആണ്. സീക്ക് സ്ക്വയർ 20 മൈനസ് ടാൻ സ്ക്വയർ 20 അത് 1 തന്നെയാണ്, മാറ്റില്ല. അതായത് ഈ കാണുന്നവന് യാതൊരു ആംഗിൾ എന്തുമായിക്കോട്ടെ സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ, ഒറ്റ കണ്ടീഷൻ ഉണ്ട്, രണ്ടുപേരും സെയിം ആണ് കേട്ടോ, തീറ്റ തീറ്റ. അതായത് സീക്ക് സ്ക്വയർ 20 ആണെങ്കിൽ മറ്റേത് ടാൻ സ്ക്വയർ 20 തന്നെ ആവണം. അല്ലാണ്ട് സീക്ക് സ്ക്വയർ 20 മൈനസ് ടാൻ സ്ക്വയർ 35 അത് 1 ആണോ? അല്ല, അത് 1 അല്ല. സോ രണ്ടുപേരും സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ അതിന് അറിയാം വാല്യൂ 1 ആണ്. അപ്പോൾ നോക്കിയേ സീക്ക് സ്ക്വയർ 2 മൈനസ് ടാൻ സ്ക്വയർ 2 രണ്ടും 2 ആണല്ലോ. സോ ദി ആൻസർ ഇസ് 1, ഓപ്ഷൻ ഡി. അടുത്തേക്ക് പോയി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഡൊമൈൻ ഓഫ് സീക്ക് എക്സ്? സീക്ക് എക്സിന്റെ ഡൊമൈൻ എന്താണ്? അപ്പം എല്ലാവരും നോക്കാം, ഡൊമൈൻ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെയിം ആസ് 1/cos x. അറിയാമായിരിക്കും. അപ്പോൾ ഡൊമൈൻ കാണാൻ വേണ്ടി എപ്പോഴാണ് നമ്മുടെ ഡിനോമിനേറ്റർ 0 ആവും നോക്കാം. അതായത് cos x എപ്പോൾ 0 ആവും മക്കളെ? cos x 0 ആവുന്ന പോയിന്റ്സ് എല്ലാവരും നോക്കാം. അതെപ്പോഴും മനസ്സിലാക്കി വെക്കണം. π/2, 3π/2, 5π/2, 7π/2, 9π/2. π/2ന്റെ മൾട്ടിപ്പിൾസിൽ നമുക്ക് എന്താണ്? cos 0 ആണ്. അഥവാ 2n + 1 π/2. cos x equal to 0 for all x equal to 2n + 1 π/2. ഇത് ഞാൻ ഇൻ ഡെപ്ത് പോവുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്നും വിചാരിക്കില്ല മക്കളെ. ഇത് ട്രിഗണോമെട്രിയുടെ കുറച്ച് ക്രക്സ് ഒക്കെ ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ യൂണിറ്റ് സർക്കിൾ പഠിച്ചു. ഈ യൂണിറ്റ് സർക്കിളിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊരു പോയിന്റ് നമുക്ക് cos θ, sin θ ആണ് നമുക്കറിയാമത്. അപ്പോൾ ഈ കാണുന്ന പോയിന്റ് നമുക്കറിയാം മക്കളെ, ഇത് 0, 1 ആണ്. ആൻഡ് ഇവൻ 0 - 1. ഏതൊരു പോയിന്റും cos θ, sin θ. അതായത് ഈ കാണുന്ന പോയിന്റ് cos 90, sin 90. അപ്പോൾ cos 90 എന്താ? cos 90 0. ഈ പോയിന്റോ ഇത് cos 270, sin 270. അപ്പോൾ cos 270 എന്താ? അതും 0. അപ്പോൾ ഈ കാണുന്ന 90നെ π/2 പറയാൻ പറ്റും. അപ്പോൾ ഇത് π/2 ആയി മാറി. സോ cos π/2 0. 270 എന്താണ്? അത് 3π/2 ആണ്. cos 3π/2 അതും 0. ഇനി ഇങ്ങനെ വരുന്ന എല്ലാ റൊട്ടേഷനും, അപ്പോൾ ഇത്ര ഭാഗം π/2, 3π/2, ഇവനെന്തായി? ഇത്ര വരുമ്പോൾ അത് 5π/2 ആയി മാറി. അപ്പോൾ cos 5π/2 അതും 0 ആണ്. വീണ്ടും ദേ ഒരു പൈ കറങ്ങി വന്നാൽ എന്താടാ? അത് cos 7π/2 ആണ്. cos 7π/2 ഇവിടെ 7π/2 അതും 0. അങ്ങനെ കോസിന്റെ ഈ കിടക്കുന്ന 2n + 1 π/2 എല്ലാം 0 ആയിരിക്കും. അപ്പോൾ മക്കളെ ഇവനെ മാത്രമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ദ ഡൊമൈൻ ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഹോൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 2n + 1 π/2 ഒഴിവാക്കുക. 2n + 1 π/2 ഒഴിവാക്കി. ഫോർ ഓൾ n ബിലോങ്സ് ടു സെറ്റ്. അതായത് അത് 1, 2, 3, 0, -1, -2, -3 അങ്ങനെ എന്ത് വന്നാലും അത് പ്രശ്നം തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. നമ്മൾ നേരെ പോകുന്നു ഇതിൻ്റെ ബാക്കിയിലേക്ക്. നെക്സ്റ്റ് പാർട്ട്. ടു ദാറ്റ് tan 3x into tan 2x into tan x equals tan 3x minus tan 2x minus tan x. ഒരുപാട് തവണ ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ tan 3xനെ നമുക്കറിയാവുന്നത് 2x-ഉം x-ഉമാണ്. സോ tan 3x ഞാൻ നേരെ ഉണ്ടല്ലോ മക്കളെ അവൻ എഴുതി tan of 2x + x. എന്തുകൊണ്ടാണ്? നമുക്കറിയാവുന്ന tan of x + y. അപ്പോൾ tan of x + y എന്താ മക്കളെ? അത് tan x അഥവാ tan of x + y ന്റെ ഫോർമുല tan x + tan y / 1 - tan x tan y. അതേ ഫോർമുലയിൽ എക്സിന് പകരം എന്താ അവിടെ? 2x-ഉം വൈക്ക് പകരം എന്താ? x-ഉമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടോ. സോ tan 2x + tan x / 1 - tan 2x into tan x. ഇതാണ് tan 3x. ഈ കാണുന്നവനെ നമ്മൾ നേരെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. സോ tan 3x into 1 - tan 2x tan x equal to tan 2x + tan x, which implies class look tan 3x into 1 tan 3x minus tan 3x into tan 2x into tan x.
ഈക്വൽ ടു tan 2x പ്ലസ് tan x. അപ്പോൾ എല്ലാവരും നോക്കിയേ, നമുക്ക് ആവശ്യം tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x ആണ്. അപ്പോൾ അവനെ മാത്രം ഒരു സൈഡിൽ വെക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ കിടക്കുന്നവൻ ആണ് ആവശ്യം, അവനെ നേരെ റൈറ്റിൽ കൊണ്ടുപോയി, ബാക്കി എല്ലാവരും ലെഫ്റ്റിൽ കൊണ്ടുപോയി which implies tan 3x. ഇവൻ ലെഫ്റ്റിൽ വന്നു മൈനസ് tan 2x, ഇവൻ ലെഫ്റ്റിൽ വന്നു മൈനസ് tan x ഈക്വൽ ടു ഈ നെഗറ്റീവ് ടേം റൈറ്റിൽ പോയാൽ അത് പോസിറ്റീവായിട്ട് മാറി tan 2x ടു tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അങ്ങനെ അതും പ്രൂവ് ചെയ്തു. അടുത്തേക്ക് പോയി cos 5x മൈനസ് cos 7x ഡിവൈഡഡ് ബൈ sin 6x നോക്കാൻ ചെയ്യാം. അപ്പം അതിനു വേണ്ടി എന്താണ് cos c മൈനസ് cos t? ഹോപ്പ് യു നോ. cos x മൈനസ് cos y എന്ന് പറഞ്ഞാൽ അത് മൈനസ് 2 sin x പ്ലസ് y ബൈ 2 sin x മൈനസ് y ബൈ 2 ആണ്. സോ ഹീ സെയിം ആസ് cos 5x മൈനസ് cos 7x ഡിവൈഡഡ് ബൈ 2 sin 6x എന്ന് പറഞ്ഞാൽ cos x മൈനസ് cos y മൈനസ് 2 sin x പ്ലസ് y ബൈ 2 5x പ്ലസ് 7x it is same as 12x 12x by 2 6x sin, hope you know, 5x minus 7x it is same as other minus 2x ആണ്, minus 2x by 2, hope you know, it is same as minus x whole divided by 2 sin 6x. sin 6x sin 6x പോയി 2 പോയി, ബാക്കി എന്താ മൈനസ് ഓഫ് sin മൈനസ് എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ് സൈൻ ഓൾഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് സൈൻ എക്സ്. സോ മൈനസ് ഓൾഡ് പുറത്തുണ്ട്, ഈ കാണുന്ന സൈൻ ഓഫ് മൈനസ് എക്സ് എന്നാണ്, അത് മൈനസ് സൈൻ എക്സ്. സോ മൈനസ് സൈൻ എക്സ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറി, ദി ആൻസർ ഇസ് സൈൻ എക്സ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ശ്രദ്ധിക്കുക എല്ലാവരും. ഇവാലുവേറ്റ് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 വളരെ വളരെ ലോക്കൽ. ഇറ്റ് ഇസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x square minus 4 is the same as 2 square divided by x minus 2. എന്താ അത് x square സോറി ഒരു x raised to n minus a raised to divided by x minus a, അത് n a raised to n minus 1. n എന്താണ്, അത് 2 ആണ്. a എന്താണ്, അതും 2 ആണ്. raised to n minus 1 അത് 2 minus 1 തന്നെയാണ്. സോ ഹോപ്പ് യു ഓൾ നോ ദി ആൻസർ ഇസ് 4. അത് കഴിയും. അടുത്തേക്ക് പോയി cos x divided by pi minus x. എല്ലാവരും x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? cos 0 it is same as 1 divided by pi minus 0 it is same as pi. The answer is 1 by pi. Okay. അടുത്തേക്ക് പോയി derivative of the function 2x plus 1. So f of x equals 2x plus 1 ആണ് പറയുക, which implies derivative of f of x അഥവാ f dot of x പറഞ്ഞാൽ 2x ന്റെ ഡെറിവേറ്റീവ് 2 into hope you know എന്താ മക്കളെ ഡെറിവേറ്റീവ് ഓഫ് x. x ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് 1 ആണ്. സോ 2 into 1 പ്ലസ് 1 ഒരു കോൺസ്റ്റന്റ് ഒറ്റയ്ക്കാണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് ഒരു കോൺസ്റ്റന്റ് വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്. ഇറ്റ് ഇസ് 0. സോ ദി ആൻസർ ഇസ് 2 എന്ന് കിട്ടി. അടുത്ത ആൾക്ക് പോകുന്നു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാമായിരിക്കും എന്താ ഫോർമുല. ഓക്കെ, നമുക്ക് എഫ് ഓഫ് അല്ലെങ്കിൽ ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ അത് ഡി എൻ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ആദ്യം ഡാഷ് രണ്ടാമത്തവന് പിന്നെ ഡാഷ് ഒന്നാമത്തവന് നമുക്ക് മൈനസ്. ഇപ്പോൾ ഡി വേണം, എൻ വേണം, എൻ ഡാഷ് ടി ഡാഷ് എല്ലാം വേണം. സോ ഇവിടുത്തെ എൻ എന്താ, എൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ അത് എക്സ് ആണ്. ഡി എന്താ, അത് എക്സ് പ്ലസ് 1 ആണ്. ഇനി എൻ ഡാഷ് അപ്പോൾ അത് 1 ആണ്. ഡി ഡാഷ് മാറ്റി വരണം, അത് 1 തന്നെ. ഓക്കെ, സോ അതും കഴിഞ്ഞാൽ ഇനി എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ് അത് ഡി ഇൻറ്റു എൻ ഡാഷ്, ഡി ഇൻറ്റു എൻ ഡാഷ് എക്സ് പ്ലസ് 1 ഇൻറ്റു 1 ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് പ്ലസ് 1 മൈനസ് എൻ ഡാഷ് സോറി ഡി ഇൻറ്റു എൻ ഇൻറ്റു ഡി ഡാഷ്, എൻ ഇൻറ്റു ഡി ഡാഷ് എക്സ് ഇൻറ്റു 1 ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. സോ പ്ലസ് എക്സ് മൈനസ് എക്സ് പോയി, ദി ആൻസർ ഇസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ നേരെ പോകും മക്കളെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്. സോ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും നോക്കൂ.
ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഓഫ് ദി ഡാറ്റ 5, 8, 3, 10, 11, 7, 6. കൊള്ളാം. ഇപ്പോഴത്തെ ട്രെൻഡാണ് മക്കളെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കേട്ടോ. എല്ലാവരും ആദ്യമായിട്ട് എന്ത് ചെയ്യണം? മീഡിയൻ കാണണം. മീഡിയൻ കാണേണ്ടത് വളരെ ഈസിയാണ്. എല്ലാവരും ഈ കാണുന്നവന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ സെറ്റിംഗ് ഇഷ്ടമാണ്. ഞാൻ എന്തായാലും അസെൻഡിങ് ഓർഡറിൽ എഴുതും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും ചെറുത് എഴുതാം. ഏറ്റവും ചെറുത് 3 ആണ്. 3. പിന്നെ ഗൈസ് പിന്നെ 5 ആണ് ഏറ്റവും ചെറുത്. 5. പിന്നെ 6. പിന്നെ 7. പിന്നെ 8. 6, 7, 8 ആൻഡ് ദെൻ 10, 11. ഇതാണ് നമ്മുടെ ഈ കാണുന്ന ഡാറ്റയുടെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ. മൊത്തമായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് 1, 2, 3, 4, 5, 6, 7 മൊത്തം 7 ടേംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 ടേംസിന്റെ മീഡിയൻ ആണെങ്കിൽ മീഡിയൻ ഇക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് ക്ലാസ്, അത് n+1/2 ടേം ആണ് നമുക്ക് മീഡിയൻ. അതായത് ഈ കാണുന്ന കേസിൽ n 7 ആണെന്ന് അറിയാലോ. അപ്പോൾ 7+1/2 അഥവാ 4th ടേം ആണ് നമ്മുടെ മീഡിയൻ. ആരാണ് 4th ടേം? 1, 2, 3, 4. അത് 7 ആണെന്ന് അറിയാം. സോ മീഡിയൻ ഈക്വൽ ടു 7. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വേണ്ടത് മീൻ ഡീവിയേഷൻ ആണ് അബൌട്ട് മീഡിയൻ. അപ്പോൾ ഈ കാണുന്ന മീഡിയൻ 7 വെച്ചുകൊണ്ട് എത്രമേൽ ഡീവിയേഷൻ ഓരോ ടേമും ഉണ്ടാക്കുന്നുണ്ടെന്ന് കാണണം. അതാണ് മക്കളെ xi മൈനസ് എം എന്ന് പറഞ്ഞ ഈ കാണുന്ന കോളം. അപ്പോൾ എല്ലാവരും നോക്കി, ഇതാണ് നമ്മുടെ xi മൈനസ് എം. ഈ കാണുന്ന എം നിങ്ങൾ എല്ലാവരും 7 എടുക്കാം കേട്ടോ. എം എന്താണ്? എം 7 ആണ്. അപ്പോൾ 3 - 7 ഇറ്റ് ഇസ് സെയിം ആസ് 4. മോഡുലസ് എടുക്കണം. അതുകൊണ്ട് മോഡുലസ് ഓഫ് -4 ഇറ്റ് ഇസ് സെയിം ആസ് 4. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക? ഈ കാണുന്ന ടേബിൾ ഓരോന്നിനും ഫില്ല് ചെയ്യണം. എത്തരത്തിൽ? ഇവിടെ 5 വന്നു കഴിഞ്ഞാൽ 5 - 7 ഇറ്റ് ഇസ് സെയിം ആസ് -2. മോഡുലസ് ഓഫ് -2 2 ആണെന്ന് അറിയാം. അടുത്ത ആളാണ്? അടുത്ത ആൾ നമുക്കറിയാം, അത് 6 ആണെന്ന് അറിയാം. അപ്പോൾ 6 - 7 ഇറ്റ്സ് -1. മോഡ് ഓഫ് -1 1 ആണെന്ന് അറിയാം. അങ്ങനെ ഈ ടേബിൾ ഫുള്ള് ഫില്ല് ചെയ്തു. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട xi മൈനസ് എം അഥവാ നമ്മളുടെ ഡീവിയേഷൻ. ഈ കാണുന്ന ഡാറ്റയുടെ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. നമുക്ക് ഈ കാണുന്ന ഡാറ്റയുടെ എന്താ വേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പോൾ ഇവന്റെ മീനാ വേണ്ടത്. എന്താ മീൻ? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. ഈ കാണുന്ന എല്ലാ ഡീവിയേഷനും സം എടുക്കുക. അഥവാ അത് 15 ആണെന്ന് അറിയാലോ. 15 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അത് 7 ആണെന്ന് അറിയാം. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇറ്റ് ഇസ് സെയിം ആസ് 15 ഡിവൈഡഡ് ബൈ 7. ദി ആൻസർ ഇസ് ക്ലാസ് അത് 2.14 ആണ്. കഴിഞ്ഞു. ഇത്ര മാത്രം ചോദ്യം വരുന്നത്. ഇത് കണക്കായതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഞാനിത് വാല്യൂസ് എല്ലാം തന്നെ നേരത്തെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ അടുത്തേക്ക് പോകുന്നു. സെക്കൻഡ് വൺ നോക്കൂ. ഈ കാണുന്നവൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ടേബിൾ. ഈ കാണുന്ന ടേബിളിന് നമ്മൾ ഫോർമുല അറിയണം. എന്താണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല അല്ലെങ്കിൽ വേരിയൻസിന്റെ ഫോർമുല? ഇതാണ് എല്ലാവരും ആദ്യമായിട്ട് നോക്കേണ്ടത്. സിഗ്മ സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് സമ്മേഷൻ xi² fi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi മൈനസ് x ബാർ സ്ക്വയർ. ഇതാണ് നമ്മുടെ വേരിയൻസിന്റെ ഫോർമുല. സോ ഈ കാണുന്ന വേരിയൻസിന്റെ ഫോർമുല മനസ്സിലായി. അപ്പോൾ എന്ത് മനസ്സിലാക്കി? നമുക്ക് അവിടെ നിന്ന് x ബാർ വേണം അഥവാ മീൻ വേണം. മീനിന്റെ സ്ക്വയർ ആവശ്യമുണ്ട്. പിന്നെ എന്ത് വേണം? xi² ഇൻറ്റു fi. അപ്പോൾ ആ കാണുന്ന ഒരു കോളം കൂടി വേണം. അതാണ് നമ്മൾ ഈ കാണുന്ന ടേബിളിനകത്ത് മീൻ കാണാൻ ആവശ്യമുള്ള സമ്മേഷൻ xi fi ആ കോളം ഉണ്ടാക്കിയത്. xiയും fiയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എങ്ങനെ xi കാണാം? 0, 10, 10, 20, 20, 30 ആണെന്ന് അറിയാലോ. 0, 10 നേരെ ഹാഫ് എടുത്തു 5. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 കേട്ടോ. ആൻഡ് 10 + 20/2 15. 20 + 30/2 25. അങ്ങനെ നമ്മൾ ഫുൾ xi എഴുതി. xi ഇൻറ്റു fi അതാണ് xi fi. അതെന്തിനാ? അത് മീനിന് വേണ്ടി. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ x ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi fi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. സോ സമ്മേഷൻ xi fi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. മക്കളെ xi fi സം നമുക്കറിയാം, അത് 1020 ആണ്. സമ്മേഷൻ fi 36. സോ 1020 36. ഇതാണ് നമുക്ക് എന്ത്? നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. മീൻ മാത്രം പോരാ, നമുക്ക് xi² fiയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു പുതിയ കോളം ഉണ്ടാക്കുന്നു, xi². അത് ഈ കാണുന്ന ഓരോന്നിൻ്റെയും സ്ക്വയറുകൾ എഴുതുന്ന ഒരു പുതിയ കോളം. എല്ലാത്തിനും സ്ക്വയർ എഴുതി. ആൻഡ് കഴിഞ്ഞില്ല, ഈ കാണുന്ന xi² ഇൻറ്റു fi ചെയ്ത് ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മുടെ പുതിയ കോളം xi² fi. അതിൻ്റെ ടോട്ടൽ സം എടുത്തു. അതാണ് മക്കളെ സമ്മേഷൻ xi² fi. സോ സമ്മേഷൻ fi² xi ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, മറ്റൊന്നുമല്ല, അത് 32,700 ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi അത് നമുക്ക് ഓൾറെഡി അറിയാം, അത് 36 ആണ്. ഇതിൻ്റെ ആകെത്തുകയാണ് നമ്മുടെ വേരിയൻസ്. അതാണ് ഞാൻ നിങ്ങൾക്ക് എഴുതി വെച്ച സംഭവം എല്ലാം തന്നെ.
ഇതാണ് നമ്മുടെ മീൻ. ഓൾഡ് കണ്ടുപിടിച്ചു 1036. ഇറ്റ് സെയിം ആസ് 28.33. വേരിയൻസിന്റെ ഫോമുല ഇവിടെ എല്ലാം ഉണ്ട്. സോ 32,700 ഡിവൈഡഡ് ബൈ 36 മൈനസ് 1020/36 ഹോൾ സ്ക്വയർ. സോ ക്ലാസ് അത് എത്ര കിട്ടും? 105.74 കിട്ടും. ആൻഡ് ഇത് വേരിയൻസ് ആണ്. നമുക്ക് ആവശ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 105.74 സ്ക്വയർ റൂട്ട്. സോ ആൻസർ 10.28. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. എല്ലാവരും ഈ കാണുന്ന ആൻസേഴ്സ് ഒന്ന് വെരിഫൈ ചെയ്യുക. മൊത്തമായിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് നമുക്കറിയാം, അത് 6 മാർക്ക് വരുന്നു. ആൻഡ് ദെൻ ഒന്നാമത്തവന് 2 മാർക്കും എന്താണ് അടുത്ത് എന്താണ് 4 മാർക്കും വരുന്നു. സോ ഈ ടേബിൾ വരച്ചാലാണ് നിങ്ങൾക്ക് എന്ത് 2 മാർക്ക് കിട്ടും കേട്ടോ. ഈ ടേബിൾ വരച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം 2 മാർക്ക് ലഭിക്കില്ല. ഇനി ബാക്കിയുള്ള ഓരോ കാൽക്കുലേഷനും ഈ കാണുന്ന മീൻ കാണുന്നതിന് വേണ്ടി 1 മാർക്കും ബാക്കിയുള്ള നമുക്ക് എന്താണ് ഇവിടെയും 1 മാർക്കും കൂടി. അങ്ങനെ മൊത്തമായിട്ടാണ് 4 മാർക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യന് ബാക്കിയുള്ളത് ലഭിക്കുക. ഇത് നേരെ പോകുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ GP വിത്ത് ഫസ്റ്റ് ടേം 3 ആൻഡ് കോമൺ റേഷ്യോ 2. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ടേംസ്? മക്കളെ ഫസ്റ്റ് ടേം 3 ആണെന്ന് അറിയാം. ഇത് ഫസ്റ്റിലെ എ പാർട്ട് കേട്ടോ. ഫസ്റ്റ് ടേം 3 ആണ്. എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന ടേമിലേക്ക് ഞാൻ നമ്മുടെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 ഇൻറ്റു കോമൺ റേഷ്യോ 2 ആണെന്ന് അറിയാം. ഇറ്റ്സ് 6. സെക്കൻഡ് ടേമായി. സെക്കൻഡ് ടേമിലേക്ക് ഞാൻ എൻ്റെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് ടേം കിട്ടും. 6 ഇൻറ്റു ഇറ്റ് ഇസ് 12. സോ 3, 6, 12. ഇതാണ് നമ്മുടെ GPയിലെ ഫസ്റ്റ് 3 ടേംസ്. അടുത്തേക്ക് പോകുന്നു ബി പാർട്ടിലേക്ക്. വിച്ച് ടേം ഓഫ് ദി GP ഈസ് 1536. എത്രാമത്തെ ടേമാണ്? 1536. അഥവാ AN എന്ന് പറഞ്ഞാൽ 1536. അപ്പോൾ GPക്ക് അകത്ത് എന്താ AN? A ഇൻറ്റു R⁻n-1. ഇതാണ് നമുക്ക് 1536. നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ടേം എത്രയാണ്? അത് 3 ആണ്. വിച്ച് ഇംപ്ലൈസ് 3 ഇൻറ്റു കോമൺ റേഷ്യോ അത് 2 അല്ലേ? ആ 2⁻n-1 ഈക്വൽ ടു 1536. സോ 2⁻n-1 എന്ന് പറഞ്ഞാൽ 1536 ഡിവൈഡഡ് ബൈ 3. 1-ൽ പോവില്ല 15 മക്കളെ 5 വട്ടം, 3-ൽ 1 വട്ടം, 6 2 വട്ടം. സോ 2⁻n-1 ഈക്വൽ ടു 512 ആണ് നമുക്കറിയാം. ഇനി 512 ഇവിടെ 2ന്റെ പവർ അല്ലേ? അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ഈ കാണുന്ന 512 2ന്റെ പവറിൽ എഴുതുക. അതിന് വേണ്ടി 512 ഫാക്ടറൈസ് ചെയ്തു കേട്ടോ. 2 756, 2 128, 2 64, 2 32, 2 16, 2 8, 2 4, 2 2. എത്രയും 1 2 3 4 5 6 7 8 9. മൊത്തം 9 കിട്ടിയല്ലോ. അഥവാ 512 ഇറ്റ് സെയിം ആസ് 2⁻9. രണ്ടിൻ്റെയും ബേസ് സെയിം എങ്കിൽ അതിൻ്റെ പവർ സെയിം ആയിരിക്കും. സോ n-1 ഈക്വൽ ടു 9 വിച്ച് ഇംപ്ലൈസ് n ഈക്വൽസ് 10. അപ്പോൾ 10ാമത്തെ ടേമാണ് ഈ കാണുന്ന GPക്കകത്തുള്ള 10th ടേമാണ് മക്കളെ 1536. അങ്ങനെ അതും കഴിഞ്ഞു. അവസാന ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. ദി സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 16. ആദ്യത്തെ 3 ടേംസിന്റെ സം എത്രയാണ്? അത് 16 എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമായിരിക്കും GPക്കകത്തുള്ള ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു മക്കളെ അത് A പ്ലസ് AR പ്ലസ് AR². ഇതാണ് നമ്മുടെ 3 ടേംസ് വരുന്നത്. എയും ARഉം AR²ഉം. ഈ കാണുന്ന 3 പേരുടെ സം എത്രയാണ്? അത് 16 ആണ്. അടുത്ത 3 ആൾക്കാർ അഥവാ AR³ AR⁻4 AR⁻5 ഇവന്മാരുടെ സം എന്ന് പറഞ്ഞേക്കുന്നത് അത് 128 ആണ്. ഓക്കെ മക്കളെ നിങ്ങൾക്കറിയാം ഈ കാണുന്നതിനകത്ത് എല്ലാത്തിലും എനിക്ക് ആര് കോമണാ? എനിക്ക് ഒരു R³ കോമൺ അല്ലേ? ഞാൻ R³ കോമണെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ബാക്കി അവിടെ നിന്ന് എന്താ? A പ്ലസ് AR പ്ലസ് AR² ബാക്കി ഈക്വൽ ടു 128. നിങ്ങൾക്ക് അറിയാമായിരിക്കും A പ്ലസ് AR പ്ലസ് AR² എത്രയാണ്? അത് 16 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരത്തെ തന്നെ. സോ R³ ഇൻറ്റു 16 ഈക്വൽ ടു 128 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് R³ ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ 16. അത് 8 ആണ് മക്കളെ. 128 ഡിവൈഡ് ബൈ 16 ഇറ്റ് സെയിം ആസ് 8. ഇപ്പം ആലോചിച്ചു ഇവിടെ ക്യൂബ് ആണല്ലോ. സോ 8 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ക്യൂബാണ്? 2ൻ്റെ ക്യൂബാണെന്ന് അറിയാലോ. സോ R³ ഈക്വൽ ടു 2³. രണ്ടിൻ്റെയും പവർ സെയിം. അങ്ങനെയാണെങ്കിൽ ബേസ് സെയിം ആവണം. സോ R ഈക്വൽസ് 2 എന്ന് കിട്ടി. കോമൺ റേഷ്യോ 2 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ തന്നെ ഈ കാണുന്ന ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ എല്ലാ മക്കളും എന്ത് ചെയ്യുക? R പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് R ഈക്വൽ 2 in 1. സബ്സ്റ്റിറ്റ്യൂട്ട് R ഈക്വൽസ് 2 in 1.
അപ്പോൾ എ പ്ലസ് എ ആർ അപ്പോൾ 2r പ്ലസ് എ ഇൻറ്റു ആർ സ്ക്വയർ 4 അഥവാ 4a. നോ 2a കേട്ടോ, 2 ഓക്കെ. എ ആർ അല്ലേ, എ ആർ. അപ്പോൾ R2 ആയതുകൊണ്ട് 2a. ഇപ്പം എന്താണ് 2 സ്ക്വയർ, ഇത് 4 ആണ്, 4a കേട്ടോ, 4a equal to 16, which implies 4a plus 2a, 6a plus a, 7a equal to 16, which implies a equal to 16/7. ഇതാണ് ഫസ്റ്റ്. സോ എല്ലാ മക്കൾക്കും ഈ കാണുന്ന ചോദ്യപേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യനും ഏറ്റവും ഗംഭീരമായിട്ട് ആൻസർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു. നമ്മൾ എല്ലാ ചോദ്യവും പഠിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കണം, നമുക്ക് ചില ചോദ്യങ്ങൾ കോൺസെപ്ഷ്യലാണ്, ചില ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. ഈസി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യവും നമ്മുടെ ക്ലാസ്സിനകത്ത് വർക്കൗട്ട് ചെയ്തതാണ്. അത് അഗ്നി ബാച്ച് ആയിക്കോട്ടെ, എല്ലാ തവണ ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്ത ഓരോ ചോദ്യങ്ങളാണ് നിങ്ങൾക്കത് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. സോ എല്ലാ മക്കളും തുടർന്ന് മെയിൻ എക്സാമിന് വേണ്ടി ഏറ്റവും ഗംഭീരമായി പഠിക്കാൻ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ എക്കാലവും ഉണ്ടാവും. നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് ഇനിയും ഒരുപാട് പുതിയ ടൈപ്പ് ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ മെയിൻ എക്സാമിന് വേണ്ടി സെറ്റ് ആവുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ് ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning. താങ്ക് യു ഓൾ, താങ്ക് യു.